മീറ്റിംഗ് ആരംഭിക്കാം. ഇന്ന് രാത്രിയിലെ കൂടിവരവിനെ കർത്താവ് അനുഗ്രഹിക്കുവാനായിട്ട് എല്ലാവരും ചേർന്ന് ദൈവസന്നിധിയിൽ ഒന്നിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. തലയുടെ വണക്കാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമായ സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി ഞങ്ങൾ നന്ദിയോടെ അങ്ങ് വാഴ്ത്തി സ്തുതിക്കുന്നു. എളിവരാതെ ഞങ്ങൾക്ക് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഈ പ്ലാറ്റ്ഫോമിൽ കൂടി വരുവാൻ ഗുണം വിവിധ ഇടങ്ങളിൽ നിന്ന് കർത്താവ് ഞങ്ങളെ കൂട്ടിവരുത്തിയതിനാൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, പ്രാർത്ഥനാധ്വനിയുടെ പ്രവർത്തനങ്ങൾക്കായി വീണ്ടും ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. UAE-യിലും ഇങ്ങനെ ഒരു ചാപ്റ്റർ ആരംഭിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചതിനാൽ ഞങ്ങൾ നന്ദിയോടെ അങ്ങ് വാഴ്ത്തി സ്തുതിക്കുന്നു. കർത്താവ്, ഇന്ന് രാത്രിയുടെ മീറ്റിങ്ങിനെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിങ്ങിനെ സ്വർഗം ആശീർവദിക്കുകയും അവിടുന്ന് അനുഗ്രഹിക്കുകയും ചെയ്യണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവർക്കായും ഞങ്ങൾ വീണ്ടും സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അവിടുന്ന് എല്ലാവരെയും ആശീർവദിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നടക്കുന്ന ഗാന ശുശ്രൂഷകൾക്കായി സ്തോത്രം, ദൈവവചന ശുശ്രൂഷയ്ക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാം അനുഗ്രഹമാകേണ്ടതിന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ അനേക പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുവാനും അങ്ങയുടെ ആത്മാവ് ഞങ്ങളെ ബലപ്പെടുത്തണം എന്ന് ഞങ്ങൾ തിരുമേനിയോട് പ്രാർത്ഥിക്കുന്നു. എളിവരെ എല്ലാവരെയും വീണ്ടും തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അങ്ങ് തന്നെ ഞങ്ങളെ സഹായിക്കുകയും നടത്തുകയും ആദരിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളിലൂടെ ഇന്ന് രാത്രി തിരുനാമം മഹിമപ്പെടുവാൻ ഗുണം പരിശുദ്ധാത്മാവ് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു മശിഹായുടെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തിന് സ്തോത്രം. നല്ല രാത്രിക്കായി ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായും ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രിയ വർഗീസ് പാസ്റ്റർ, അദ്ദേഹത്തിന്റെ മുഖം ഇന്ന് കാണാൻ കർത്താവ് അനുവദിച്ചതിനാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ പല മീറ്റിങ്ങുകളിലും സംബന്ധിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് ആദ്യമായിട്ടാണ് ഫേസ് ടു ഫേസ് കാണുവാൻ ഒരു അവസരം ഉണ്ടായത്. കർത്താവിന്റെ ദാസനെ ഓർത്ത് പ്രത്യേകം സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രിയ സാജൻ ബ്രദർ, അതുപോലെ ബെൻസൺ പാസ്റ്റർ, എല്ലാവരും ഉണ്ട്. എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരോടും കൂടെ കർത്താവിന്റെ കൃപയും സമാധാനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഇങ്ങനെ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ചില ആഴ്ചകൾക്ക് ശേഷം ജോയിൻ ചെയ്യുവാനായിട്ട് കർത്താവ് ഒരുക്കുന്നതിനാൽ ദൈവത്തിന് നന്ദി പറയുന്നു. തുടർന്ന് ഗാന ശുശ്രൂഷയ്ക്ക് വേണ്ടി, പ്രൈസ് ആൻഡ് വർഷിപ്പിന് വേണ്ടിയുള്ള സമയമാണ്. ഇന്ന് 2 ടീമാണ് നമ്മോടൊപ്പം ഉള്ളത്. ആദ്യത്തെ ടീം എന്ന് പറയുന്നത് പാസ്റ്റർ ജമൽസൺ ടീം ആലപ്പുഴയിൽ നിന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസന് ക്യാമ്പസ് ക്രൂസൈഡ് ഓഫ് ഇന്ത്യയോട് ചേർന്ന് ശുശ്രൂഷ ചെയ്യുന്ന ഒരു കർത്താവിന്റെ ദാസനാണ് എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. അതോട് ചേർന്ന് അദ്ദേഹം വിവിധ കോളേജുകളിൽ മിനിസ്ട്രി ചെയ്യുന്നു. അദ്ദേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുകൂടാതെ നമ്മുടെ പ്രാർത്ഥനാധ്വനിയുടെ UAE ചാപ്റ്റർ ക്വയറും ഇന്ന് രാത്രി ഗാനങ്ങൾ പിന്നാലെ ആലപിക്കുന്നതായിരിക്കും. അത് പിന്നെ അവസരമുണ്ട്. പ്രാരംഭത്തില് നമ്മുടെ പാസ്റ്റർ ജമൽസൺ ആൻഡ് ടീം ഗാനങ്ങൾ ആലപിക്കുന്നതായിരിക്കും. അതിനായിട്ട് പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ ക്ഷണിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസ്ഥാനങ്ങളിലായിരിക്കാം. കർത്താവ് നമ്മെ എല്ലാവരെയും ആശീർവദിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. പ്രാർത്ഥനാ സംഗമം, പ്രാർത്ഥനാധ്വനി എന്ന അനുഗ്രഹീത സുവിശേഷ പ്രവർത്തകരുടെ കൂട്ടായ്മയുടെ ഒരു സുവിശേഷ സംഗീത സായാഹ്നവും സുവിശേഷ പ്രഘോഷണവുമായി ഒരുമിച്ച് കൂടുവാൻ കർത്താവ് സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷൻ പാസ്റ്റർ സണ്ണി പി സാമുവൽ, അതുപോലെ ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കായി ക്രമീകരിച്ചിരിക്കുന്ന ഈ UAE ചാപ്റ്ററിൻ്റെ മിഷൻ കോർഡിനേറ്റർ ആയിരിക്കുന്ന ബ്രദർ ഫിന്നി പി ജോൺ, ഈ സൂം മീറ്റിങ്ങിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് പങ്കെടുക്കുന്ന ഏവർക്കും പ്രാർത്ഥനാധ്വനിയുടെ എല്ലാ പ്രിയ സ്നേഹിതർക്കും സഹകാരികൾക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. തുടർന്നുള്ള ചില നിമിഷങ്ങൾ ചില ഗാനങ്ങൾ കേൾക്കുവാനും ഒരുമിച്ച് പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ദൈവം സഹായിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും
പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് സകല മാനവും മഹത്വവും സ്തുതിയും സ്തോത്രവും ആരാധനയും അതിലുപരി ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്ന ദൈവിക സ്നേഹവും അരുമരക്ഷകന്റെ പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഉന്നതനായ കർത്താവിനെ സ്തുതിക്കുന്ന ഒരു ആരാധനാ ഗീതത്തോടെ ഇന്നത്തെ ഗാനസന്ധ്യ നമുക്ക് ആരംഭിക്കാം. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കാം. ആരാധന ഹൃദയം തുറന്നു ഞാൻ ആത്മമണാള നിൻ തിരുസവിധേ ഹൃദയം തുറന്നു ഞാൻ ആത്മമണാള നിൻ തിരുസവിധേ ആദരവോടിതാ താണു വണങ്ങുന്നേ ആദരവോടിതാ താണു വണങ്ങുന്നേ ആരിലുമുന്നതനേ സ്തുതി നിനക്ക് ആരാധന ഹൃദയം തുറന്നു ഞാൻ ആത്മമണാള നിൻ തിരുസവിധേ ഉന്നതനെ ഉയർത്തുന്നു നിന്നെ ഞാൻ ഉല്ലാസഗാനങ്ങളാലപിക്കും ഉന്നതനെ ഉയർത്തുന്നു നിന്നെ ഞാൻ ഉല്ലാസഗാനങ്ങളാലപിക്കും ഉലകിൽ നായക നീയല്ലാതില്ല ഉലകിൽ നായക നീയല്ലാതില്ല ഉപേക്ഷിക്കാത്തവനായി എന്നെയുമെന്നും ആരാധന ഹൃദയം തുറന്നു ഞാൻ ആത്മമണാള നിൻ തിരുസവിധേ നിന്നെ ഞാനിന്നു നാഥാ നിൻ തിരുസവിധത്തിൽ എത്തിടുവാൻ നമിക്കുന്നു നിന്നെ ഞാനിന്നു നാഥാ നിൻ തിരുസവിധത്തിൽ എത്തിടുവാൻ നിന്നിഷ്ടം ചെയ്യുവാൻ ഇന്നു ഞാൻ വരുന്നു നിന്നിഷ്ടം ചെയ്യുവാൻ ഇന്നു ഞാൻ വരുന്നു നിന്നിൽ ലയിപ്പിക്ക എന്നെയും നാഥ
ഹൃദയം തുറന്നു ഞാൻ ആത്മമണാളാനിൻ തിരുസവിധേ. ആദരവോടിതാ താണു വണങ്ങുന്നേ, ആദരവോടിതാ താണു വണങ്ങുന്നേ. ആരിലും ഉന്നതനേ സ്തുതി നിനക്ക് ആരാധന. ഹൃദയം തുറന്നു ഞാൻ ആത്മമണാളാനിൻ തിരുസവിധേ. വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു എന്ന്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രദർശനം അത് ഫലവത്തായതുകൊണ്ടാണ് ഇന്ന് ഈ അഖിലാണ്ടങ്ങളുടേവനായ ദൈവത്തെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ ദൈവം നമ്മളെ യോഗ്യരാക്കി തീർത്തത്. അവൻ്റെ സ്നേഹത്തിന് നമ്മൾ യോഗ്യരല്ലാതിരുന്ന സമയത്ത് നിത്യമായ സ്നേഹത്താൽ, നിറഞ്ഞ സ്നേഹത്താൽ, നിസ്തുല്യമായ സ്നേഹത്താൽ, അളവുകളില്ലാത്ത അതിരുകളില്ലാത്ത, ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും കൂടാതെ നമ്മെ സ്നേഹിക്കുന്ന, പെറ്റമ്മയേക്കാൾ ഉറ്റ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ സ്നേഹത്തെ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ഒരു ഗാനം കൂടി ശ്രവിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ.
നീ എന്നിൽ ആശ്വാസധാരയായി വന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയുന്നുണ്ട്: യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ, അവന് ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. ഇത് കേവലം ഒരു വാക്യമായി നമ്മൾ വായിക്കുകയും അത് കാണാതെ പഠിച്ചുച്ചരിക്കുകയും ചെയ്യുകയല്ല. നമ്മുടെ അനുദിന ജീവിതത്തിൽ യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവാൻ ആയിരക്കണക്കിന് നന്മകൾ ദൈവം നമുക്ക് തന്നതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അനുഗ്രഹീത ഗാനരചിതാവായിരുന്ന യോഹന്നാൻ പ്രസംഗിയാർ എന്ന് പറയുന്ന ഒരു ദൈവദാസന്റെ അനുഗ്രഹീത രചനയും നല്ല സംഗീതവും അടങ്ങിയ മനോഹരമായ ഒരു ഗാനം, യേശു എത്ര നല്ലവൻ, യേശു എത്ര നല്ലവൻ, യേശു എത്ര നല്ലവൻ എന്നുമേ എന്നുള്ള പാട്ട് സന്തോഷത്തോടെ നമുക്ക് ചേർന്ന് പാടാം. അറിയാവുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് പാടും എന്ന് കരുതുന്നു. നല്ലവൻ, യേശുവെത്ര നല്ലവൻ, യേശുവെത്ര നല്ലവൻ എന്നുമേ, എൻ്റെ യേശുവെത്ര നല്ലവൻ എന്നുമേ. യേശുവെത്ര നല്ലവൻ, യേശുവെത്ര നല്ലവൻ, യേശുവെത്ര നല്ലവൻ എന്നുമേ, എൻ്റെ യേശുവെത്ര നല്ലവൻ എന്നുമേ. വിശപ്പും കൊണ്ടൊരു ചെറു പൈതലപ്പനോടു അപ്പം യാചിച്ച, കല്ലുകൾ പെറുക്കിയെടുത്തപ്പമാ നൽകിടുന്നൊരപ്പനുണ്ടു ഭൂമിയിൽ. മീനു ചോദിക്കും നേരം പാമ്പിനെ കൊടുക്കുമോ, മുട്ട ചോദിക്കും നേരം തേളിനെ കൊടുക്കുമോ, നല്ല ദാനമല്ലേ നൽകുന്നെപ്പോഴും ദൈവം തൻ്റെ മക്കൾക്കായി കരുതുന്നെപ്പോഴും. യേശുവെത്ര നല്ലവൻ, യേശുവെത്ര നല്ലവൻ, യേശുവെത്ര നല്ലവൻ എന്നുമേ, എൻ്റെ യേശുവെത്ര നല്ലവൻ എന്നുമേ. ധരയിലെനിക്കിമ്പമാ ഒന്നുമില്ല, കണ്ണുനീരു മാത്രമേ. ചെങ്കടൽ കടന്നിടുവാൻ കയ്യിൽ തന്നൊരു ചെറുവടിയുമുണ്ടല്ലോ. അക്കരെ കടത്തിടും, ശത്രുവെ ജയിച്ചിടും, ദൈവം ചെയ്ത നന്മകളെ ഓർത്തു നൃത്തമാടിടും. യാഗ് നല്ലവൻ ദയ ഓർക്കുമേ, മിരിയാമിൻ ഗീതം പാടി നൃത്തമാടുവേ. യേശുവെത്ര നല്ലവൻ, യേശുവെത്ര നല്ലവൻ, യേശുവെത്ര നല്ലവൻ എന്നുമേ, എൻ്റെ യേശുവെത്ര നല്ലവൻ എന്നുമേ. ശാപമൃത്യുവും നിറഞ്ഞതാ ഈ ലോകമേ, നീ എന്തെനിക്കു നൽകിടും. കഷ്ടനഷ്ടമെന്ന പരിഹാസവും അല്ലാതെന്തെനിക്കു നൽകിടും നീ ലോകമേ. എന്നെ വില വാങ്ങി രാജവംശമാക്കി തീർത്തവൻ, വാഗ്ദത്ത നടന്നൊരുക്കി വേഗമായി വരുന്നവൻ. എന്നെ വില വാങ്ങി രാജവംശമാക്കി തീർത്തവൻ, വാഗ്ദത്ത നടന്നൊരുക്കി വേഗമായി വരുന്നവൻ. വേണ്ട വേണ്ട ലോകമേ എനിക്ക് നീ, നിന്നെ വേണ്ട എൻ്റെ പ്രിയനേ മതി. വേണ്ട
വേണ്ട ലോകമേ എനിക്കിനി, നിന്നെ വേണ്ട എൻ്റെ പ്രിയനേ മതി. യേശുവെത്ര നല്ലവൻ, യേശുവെത്ര നല്ലവൻ, യേശുവെത്ര നല്ലവൻ എന്നുമേ, എൻ്റെ യേശുവെത്ര നല്ലവൻ എന്നുമേ. യേശുവെത്ര നല്ലവൻ, യേശുവെത്ര നല്ലവൻ, യേശുവെത്ര നല്ലവൻ എന്നുമേ, എൻ്റെ യേശുവെത്ര നല്ലവൻ എന്നുമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ധൈര്യത്തോടെ ലോകത്തോട് പറയാൻ കഴിയും, ലോകമേ നീ തരുന്ന പേരെനിക്ക് വേണ്ട, എനിക്ക് എൻ്റെ രക്ഷകനായ ക്രിസ്തുവിനെ മാത്രം മതി എന്ന് പറഞ്ഞ് ധൈര്യത്തോടെ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ചുവടുകൾ മുൻപോട്ട് വയ്ക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഓർക്കുക, ഒരുപാട് പ്രയാസങ്ങൾ, സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, കണ്ണുനീർ, വേദനകൾ ഒക്കെ വരുമ്പോൾ ലോകമനുഷ്യൻ ആത്മഹത്യയിലും ലോകമനുഷ്യൻ മറ്റു പല കാര്യങ്ങളിലും പേടിച്ചരണ്ട് നെട്ടോട്ടം ഓടുമ്പോൾ നമുക്ക് പറയാൻ കഴിയും, നിത്യ തേജസ്സിന്റെ ഘനം ഓർക്കുമ്പോൾ ഈ ഭൂമിയിലുള്ള നൊടിനേരത്തേക്കുള്ള സങ്കടം എനിക്ക് സാരമില്ല, എൻ്റെ കഷ്ടങ്ങൾ എനിക്ക് സാരമില്ല, എൻ്റെ കണ്ണുനീർ എനിക്ക് സ്ഥാനമില്ല. കാരണം എനിക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം എനിക്ക് സ്വർഗത്തിലുണ്ട്. അവൻ പ്രവർത്തിക്കാൻ കഴിയാതെ വണ്ണം കൈ കുറുകിയൊരു ദൈവമല്ല, എൻ്റെ നിലവിളി കേൾക്കാൻ കഴിയാതെ ചെവിമന്ദമായൊരു ദൈവത്തെയല്ല. ഇന്നും എനിക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കാൻ കഴിയുന്ന ജീവനുള്ള ഏക സത്യ ദൈവമായ യേശു എനിക്ക് വേണ്ടി ജീവിക്കുന്നത് കൊണ്ട് ധൈര്യത്തോടെ ഏത് പ്രതിസന്ധിയുടെയും, ഏത് പ്രയാസത്തിന്റെയും, ഏത് ദുഷ്ടന്റെ പോരുകളുടെയും മുൻപിൽ ധൈര്യത്തോടെ എനിക്ക് പറയാൻ കഴിയും, എൻ്റെ കഷ്ടങ്ങൾ, എൻ്റെ വേദനകളൊക്കെ നല്ലൊരു നാളേക്ക് വേണ്ടിയാണ്. എനിക്ക് അവൻ്റെ കൃപയൊന്നും മാത്രമേ. നമുക്ക് ചേർന്ന കരങ്ങളെ അടിച്ച് സന്തോഷത്തോടെ പാടി ദൈവത്തെ സ്തുതിക്കാം. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. ഹല്ലേലൂയ. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, കഷ്ടങ്ങൾ കണ്ണുനീർ സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യ തേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ നൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. മണവാളൻ വരും വാനവേഗത്തിൽ, മയങ്ങാൻ ഇനിയും സമയമില്ല. മധ്യാകാശത്തിങ്കൽ മകൾ തീരത്തിൽ മണവാട്ടിയായി നാം പറന്നു പോകും. മണവാളൻ വരും വാനവേഗത്തിൽ, മയങ്ങാൻ ഇനിയും സമയമില്ല. മധ്യാകാശത്തിങ്കൽ മകൾ തീരത്തിൽ മണവാട്ടിയായി നാം പറന്നു പോകും. കഷ്ടങ്ങൾ സാരമില്ല, ആമേൻ, കണ്ണുനീർ സാരമില്ല. ഓ ഹല്ലേലൂയ. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. ജാതികൾ ജാതിയോടെ എതിർത്തിടുമ്പോൾ ജഗത്തിൻ പീഡകൾ പെരു
കാലത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, ആമേൻ കണ്ണുനീർ സാരമില്ല. യുദ്ധവും ക്ഷാമവും ഭൂകമ്പങ്ങളും യുദ്ധത്തിൻ ശ്രുതിയും കേൾക്കുന്നില്ലയോ? ഇസ്രായേലിൻ ദൈവം എഴുന്നള്ളുന്നേ, യേശുവിൻ ജനമേ ഒരുങ്ങുക നാം. യുദ്ധവും ക്ഷാമവും ഭൂകമ്പങ്ങളും യുദ്ധത്തിൻ ശ്രുതിയും കേൾക്കുന്നില്ലയോ? ഇസ്രായേലിൻ ദൈവം എഴുന്നള്ളുന്നേ, യേശുവിൻ ജനമേ ഉണരുക നാം. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല, ആമേൻ കണ്ണുനീർ സാരമില്ല. കാഹള ശബ്ദങ്ങൾ കെട്ടിടാൻ നേരമായി, കഷ്ടങ്ങളിൽ ജയൻ പ്രിയനെ കാണാറായി. കാഹള ശബ്ദങ്ങൾ കെട്ടിടാൻ നേരമായി, കഷ്ടങ്ങളിൽ ജയൻ പ്രിയനെ കാണാറായി. എന്നു നീ വന്നിടും, എപ്പോൾ നീ വന്നിടും, എത്ര നാൾ നോക്കി ഞാൻ പാർക്കണം പ്രിയനെ. എന്നു നീ വന്നിടും, എപ്പോൾ നീ വന്നിടും, എത്ര നാൾ നോക്കി ഞാൻ പാർക്കണം പ്രിയനെ. എത്ര നല്ലിടയൻ, ഉത്തമ സ്നേഹിതൻ, നിത്യനാം രാജാവൻ കൂട്ടാളിയാണേ. ഇത്ര നല്ലിടയൻ, ഉത്തമ സ്നേഹിതൻ, നിത്യനാം രാജാവൻ കൂട്ടാളിയാണേ. എന്തിനീ ഭാരങ്ങൾ, എന്തിനീ വ്യാകുലം, കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. എന്തിനീ ഭാരങ്ങൾ, എന്തിനീ വ്യാകുലം, കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണേ. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണേ. ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ, ലോകക്കാരെല്ലാരും കൈവെടിഞ്ഞിടുമ്പോൾ, ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ, ലോകക്കാരെല്ലാരും കൈവെടിഞ്ഞിടുമ്പോൾ, സ്വന്തം സഹോദരൻ തള്ളിക്കളയുമ്പോൾ യോസേഫിൻ ദൈവമൻ കൂട്ടാളിയാണേ. സ്വന്തം സഹോദരൻ തള്ളിക്കളയുമ്പോൾ യോസേഫിൻ ദൈവമൻ കൂട്ടാളിയാണേ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. കഷ്ടങ്ങൾ വന്നാലും കഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണേ. കഷ്ടങ്ങൾ വന്നാലും കഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണേ. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, ഓ കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നമുക്കൊരുമിച്ച് നമ്മുടെ ഭാരങ്ങളെയൊക്കെ ഒന്ന് മറന്ന് ദൈവിക സന്നിധിയിലെ സന്തോഷ പരിപൂർണതയോടെ കഷ്ടങ്ങൾ സാരമില്ലെന്ന് നമുക്ക് ഒരുമിച്ച് എണ്ണിക്കൊണ്ട് നമ്മുടെ പ്രിയന്റെ പ്രത്യാശ നൽകുന്ന മുഖത്തേക്ക് നോക്കി മ്ലാനമായിരിക്കുകയല്ല, മറിച്ച് പ്രത്യാശ നൽകുന്ന പ്രകാശം നൽകുന്ന പ്രകാശിതനാവിന്റെ മുഖത്തേക്ക് നോക്കി ഹല്ലേലൂയ ശബനദനാനഗംബരംദന ഉടവാരഗജാദീനവാരക്ഷവാനഗംബരംദന ദുരാജിഗനദലവ ഉടവരംദനത്വനാദര. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന് നമ്മുടെ മേൽ വ്യാപരിക്കുവാൻ, പരിശുദ്ധാത്മാവിന് നമ്മുടെ മേൽ ക്രിയ ചെയ്യുവാൻ. നമ്മളിരിക്കുന്ന സ്ഥലം ഒരു വിഷയമല്ല, നമ്മളിരിക്കുന്ന സമയം ഒരു വിഷയമല്ല, നമ്മുടെ മാനസിക അവസ്ഥയും വിഷയമല്ല, മറിച്ച് ഹൃദയാംഗമായി കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പണത്തോടെ ആവശ്യബോധത്തോടെ കർത്താവിൻ്റെ സന്നിധിയിലാണ് ഞാൻ ഇരിക്കുന്നതെന്നുള്ള സാന്നിധ്യ ബോധത്തോടെ ഇരിക്കുന്നുവെങ്കിൽ അവൻ നമ്മളോട് സംസാരിക്കുവാൻ, അവൻ നമ്മെ സ്പർശിക്കുവാൻ, അവൻ നമ്മളോട് ഇടപെടുവാൻ ശക്തനായി ഇന്നും അവൻ നമ്മുടെ മധ്യത്തിലുള്ളത് കൊണ്ട് ശേഷം നടക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥനയിലും അതിനുശേഷം നടക്കുന്ന വചന കേൾവിയിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു സാന്നിധ്യം അനുഭവിക്കുവാൻ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ആഗ്രഹമാക്കാം. കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ വരുമ്പോൾ നിന്റെ കൃപയാൽ അങ്ങനെ നിറയ്ക്കണമേ എന്ന് നമുക്ക് നമ്മുടെ വചനത്തിൽ കൂടി ഞങ്ങൾ കേൾക്കുമ്പോൾ
അങ്ങയുടെ പരിശുദ്ധാത്മാവിൽ നിന്ന് മാത്രം ശ്രവിക്കുവാൻ കർത്താവേ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. കർത്താവിന്റെ സന്നിധിയിൽ ഒരുക്കത്തോടെ കടന്നു വന്ന ആരും ഇതുവരെ വെറുങ്കയോടെ മടങ്ങിപ്പോയിട്ടില്ല. ഒഴിഞ്ഞ പാത്രങ്ങൾ എന്നതുപോലെ നമുക്ക് ദൈവസന്നിധി നമ്മളെ ഏൽപ്പിക്കാം. കർത്താവേ നീ ഒന്ന് നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവന്റെ സന്നിധിയിൽ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. നിന്നെ കാണും ജനങ്ങൾക്കു പിന്നെ ദുഃഖം ഒന്നുമില്ല. നിന്നെ കാണും ജനങ്ങൾക്കു പിന്നെ ദുഃഖം ഒന്നുമില്ല. പരപരമേശ വരമരുളീശ നീ അത്രേയൻ രക്ഷാസ്ഥാനം. കാർമേഘത്തിനുള്ളിലും ഞാൻ മിന്നും സൂര്യശോഭ കാണും. കാർമേഘത്തിനുള്ളിലും ഞാൻ മിന്നും സൂര്യശോഭ കാണും. പരപരമേശ വരമരുളീശ നീ അത്രേയൻ രക്ഷാസ്ഥാനം. നിന്നോടൊന്നിച്ചുള്ള വാസം എൻ്റെ കണ്ണീർ തുടച്ചിടും. നിന്നോടൊന്നിച്ചുള്ള വാസം എൻ്റെ കണ്ണീർ തുടച്ചിടും. നിന്റെ മുഖശോഭമൂലം എൻ്റെ ദുഃഖം തീർന്നു പോകും. നിന്റെ മുഖശോഭമൂലം എൻ്റെ ദുഃഖം തീർന്നു പോകും. പരപരമേശ വരമരുളീശ നീ അത്രേ എൻ രക്ഷാസ്ഥാനം. നീ അത്രേ എൻ രക്ഷാസ്ഥാനം. സ്വർഗ്ഗപിതാവേ, കാർമേഘത്തിൻ്റെ ഉള്ളിൽ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അന്ധകാരത്തിൽ ഒരു മെഴുകുതിരി വെളിച്ചമെന്നതുപോലെ കാർമേഘത്തിനുള്ളിലെ സൂര്യപ്രഭ പോലെ അങ്ങയെ കാണുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നിന്നെ കണ്ടതുകൊണ്ട് ഞങ്ങളുടെ ദുഃഖമില്ലാതെയായി എന്ന് മനസ്സിലാക്കുവാൻ നിന്റെ വരം ഞങ്ങളുടെ മേൽ പകരണമേ. ഞങ്ങളെ ഒരുമിച്ച് ഏൽപ്പിക്കുന്നു. കൃപയാൽ നിറയ്ക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. ഈ ദൈവിക സാന്നിധ്യ ബോധത്തിൽ നമുക്ക് തുടർന്നുമായിരിക്കാം. ദൈവത്തിന്റെ നാമം മാത്രം മഹത്വം എടുക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മിക ഗാനങ്ങൾ പാടി നമ്മെ എല്ലാവരെയും ആത്മിക നഭോമണ്ഡലത്തിലേക്ക് ഉയർത്തുവാൻ തക്കവണ്ണം പ്രിയ കർത്താവിന്റെ ദാസനെ, ടീമിനെ കർത്താവ് സഹായിച്ച ദൈവകൃപയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. വാസ്തവമായും ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി നാം അനുഭവിച്ചറിഞ്ഞുകൊണ്ടാണ് ദൈവസന്നിധിയിലായിരിക്കുന്നത്. തുടർന്നും അങ്ങനെ തന്നെ ആയിരിക്കാൻ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഹൃദയംഗമായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് വീണ്ടും ദൈവസന്നിധിയിലായിരിക്കാം. തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള സമയമാണ്. നമ്മുടെ സ്റ്റാർ ബ്രദറാണ് നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്ന ഇന്ന് പ്രാർത്ഥന ലീഡ് ചെയ്യുന്നത്. കർത്താവിലെ ദാസനോടൊപ്പം ഈ ദിവസങ്ങളിൽ 2-3 മീറ്റിംഗിൽ സംബന്ധിക്കാനായിട്ട് അവസരങ്ങളെ കർത്താവ് ഒരുക്കി. കർത്താവിലെ ദാസനോടൊപ്പം വീണ്ടും ജോയിൻ ചെയ്യുവാൻ കർത്താവ് സഹായിച്ചതിനാൽ ദൈവത്തിന് സ്തോത്രം. ഞാൻ ശുശ്രൂഷിക്കുന്ന റാസൽ ഗൈമാറ്റ് ദൈവസഭയിലെ ഒരു സജീവ അംഗമായിരുന്നു അദ്ദേഹം എന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇപ്പോഴേ നാട്ടിലായിരിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. നാം കേട്ടതുപോലെയും നാം അറിയുന്നത് പോലെയും വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വർഷിപ്പ് ടൈമാണ് നമുക്ക് ലഭിച്ചത്. അത് ഒട്ടും ചോർന്നു പോകാതെ തന്നെ നിലനിർത്തുവാൻ കർത്താവ് നമുക്ക് എല്ലാവർക്കും കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മധ്യസ്ഥ പ്രാർത്ഥന ലീഡ് ചെയ്യുവാനായിട്ട് സ്റ്റാർ ബ്രദറിനെ ക്ഷണിച്ചു കൊടുക്കും. പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ ഞാൻ സ്തുതിക്കുന്നു. പ്രത്യേകം നമ്മുടെ യുഎയുടെ ചാപ്റ്ററിന്റെ പ്രാർത്ഥനയുടെ സംഗമം വളരെ അനുഗ്രഹപ്രദമായി ഓരോ മാസങ്ങൾ കഴിയും തോറും വളരെ വിപുലമായിട്ട് കർത്താവ് നമ്മെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുക എന്നുള്ളത്
ആമേൻ ദൈവം ആഗ്രഹിക്കുന്നതാണല്ലോ. ആമേൻ ശമൂൽ പ്രവാചകന്റെ പുസ്തകത്തില് ഞാനോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നാൽ ആമേൻ യഹോവയുടെ പാപം ചെയ്യുവാൻ ഇടവരുത് എന്ന് ആമേൻ പറയുന്ന ഒരു വാക്യം നമുക്ക് കാണുവാൻ തക്കണം കഴിയും. അതുപോലെ തന്നെ യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി എന്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടത് ഞാൻ ഒരു പുരുഷനെ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല താനും. ആകയാൽ ഞാൻ എന്റെ ക്രോധം അവരുടെ മേൽ പകർന്ന് എന്റെ കോപാഗ്നി അവരെ മുടിച്ചു കളഞ്ഞിരിക്കുന്നു. അവരുടെ നടപ്പിന് തക്കവണ്ണം ഞാൻ അവർക്ക് പകരം കൊടുത്തിരിക്കുന്നു എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. പ്രാർത്ഥിക്കുക എന്നുള്ളത് ദൈവം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതാണ്. ശമൂൽ ഇവിടെ പറയുന്നത് ഞാൻ പ്രാർത്ഥിക്കാതിരുന്നാൽ അത് പാപമാണെന്നാണ്. നമ്മുടെയൊക്കെ ഈ മീറ്റിങ്ങിന്റെ മുഖ്യമാവുന്ന കാരണം ആമേൻ ദൈവ സന്നിധിയിൽ പ്രാർത്ഥിക്കുക എന്നുള്ളത് തന്നെയാണല്ലോ. കർത്താവ് പ്രത്യേകാല യുഎയുടെ ആമേൻ ചാപ്റ്ററിനെ ഇതുവരെയും ഇത്രത്തോളം മനോഹരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ യുഎയിലായിരിക്കുമ്പോഴാണ് ഈ ചാപ്റ്ററിൽ ഒരു അംഗമായി തീരുവാൻ തക്കണം കർത്താവ് എനിക്ക് കൃപ നൽകിയത്. ഇപ്പോൾ ഞാൻ നാട്ടിലാണെങ്കിൽ പോലും ഇതിലൊരു അംഗമായിട്ട് തുടരുവാൻ തക്കണം സർവ്വശക്തിയുള്ള ദൈവം എനിക്ക് തരുന്ന ഈ നല്ല അവസരത്തോട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളോടൊപ്പം ആയിരിക്കുന്നത് ഞാൻ വളരെ വളരെ സന്തുഷ്ടനാണ്. കർത്താവ് നമ്മുടെ ചാപ്റ്ററിനെ യുഎയിലുള്ള ചാപ്റ്ററിനെ ദൈവം വളരെ ശക്തമായി ഉപയോഗിക്കട്ടെ. നമുക്ക് ഞാൻ പ്രാർത്ഥന വിഷയങ്ങൾ പറയുമ്പോൾ അതുപോലെ തന്നെ പേര് പറയുന്ന ആരെങ്കിലും നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ അല്ലെങ്കിൽ അവസരം ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ഞാൻ പേര് പറയുന്നവര് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നമുക്ക് ആദ്യമായിട്ട് പ്രാർത്ഥിക്കേണ്ടത് യുഎഇക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. യുഎയില് സ്വർഗത്തിലെ ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നുവല്ലോ. ആമേൻ. ഇതുവരെയും കർത്താവ് നമ്മെ അവിടെ സഹായിച്ചു. നമുക്ക് ആ രാജ്യത്തിന്റെ നന്മ അനുഭവിക്കുവാനൊക്കെ കർത്താവ് നമുക്ക് കൃപ നൽകി. ആമേൻ. പ്രത്യേകിച്ച് നമ്മൾ അവിടെ ആയിരിക്കുമ്പോൾ നമ്മുടെ ആ 7 എമിറേറ്റ്സിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. ആ രാജ്യത്തെ ആ ഭരണാധികാരികളെ 7 എമിറേറ്റ്സിനെ ഭരിക്കുന്ന ഭരണാധികാരികളെ ആമേ ഓർത്ത് പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ അവിടെയുള്ള 7 എമിറേറ്റ്സിൽ പ്രവർത്തിക്കുന്ന ദൈവസഭകളെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കണം. ആമേൻ. ഇതുവരെയും നമുക്ക് സമാധാനത്തോടെ സന്തോഷത്തോടെ സ്വാതന്ത്ര്യത്തോടെ ആ രാജ്യത്തെ ദൈവത്തെ ആരാധിക്കാൻ തക്ക നല്ല കർത്താവ് നമുക്ക് കൃപ നൽകിയല്ലോ. വീണ്ടും കർത്താവ് വരുവാൻ താമസിച്ചാല് വീണ്ടും യാതൊരു വിധമായ വിഷയങ്ങളോ പ്രശ്നങ്ങളില്ലാതെ വണ്ണം അധികാരികളെ നമുക്ക് സപ്പോർട്ട് ചെയ്ത് ദൈവത്തെ ആരാധിക്കുന്നതിൽ എപ്പോഴും നമ്മൾ കൂടെ നിൽക്കുന്നവരായി തീരുവാൻ തക്കണം കർത്താവ് ഒരുക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ആമേ യുഎയുടെ നിലനിൽപ്പിന് വേണ്ടി, പ്രത്യേകിച്ച് നമ്മുടെ ആമേ സഭയുടെ അനുഗ്രഹത്തിന് വേണ്ടി, സഭകളുടെ അനുഗ്രഹത്തിന് വേണ്ടി, നമ്മുടെ ആമേ യുഎയിലുള്ള അല്ലെങ്കിൽ എല്ലാ ആമേ സഹോദരങ്ങളുടെയും നിലനിൽപ്പിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിഷയങ്ങളെ ഓർത്ത് ആമേ ഞാൻ പേര് പറയുന്ന ഒരു വ്യക്തിക്ക് പ്രാർത്ഥിക്കാം. ബ്ലസൻ ജോൺ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ബ്രദർ ബ്ലസൻ ജോൺ. വളരെ വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥല പിതാവേ, നല്ല സമയത്തിനായി സ്തുതിക്കുന്ന കർത്താവെ, സ്തോത്രം ചെയ്യുന്ന കർത്താവ്, പ്രാർത്ഥനകളുടെ മീറ്റിംഗ് ആയി തിരുമുമ്പാകെ വരുവാൻ ഞങ്ങൾക്ക് സഹായിച്ചനായ സ്തോത്രം കർത്താവെ. പ്രത്യേകിച്ച് കർത്താവ് അല്പസമയം തിരുമുമ്പാകെ ഞങ്ങൾ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ തിരുനാമത്തെ ഉയർത്തുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ കർത്താവെ. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ പാർക്കുന്ന ഈ രാജ്യത്തെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങൾ താമസിക്കുന്ന എമിറേറ്റ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഓരോ എമിറേറ്റ്സിലെ ഭരണാധികാരികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. യുഎയുടെ ഭരണാധികാരികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന പ്രസിഡന്റിനെ, പ്രൈം മിനിസ്റ്ററിനെ കർത്താവെ, ഓരോ മന്ത്രിമാരെ, ഓരോ വകുപ്പുകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദിവസങ്ങളിൽ കർത്താവ് രാജ്യത്ത് ഒരു അഭിവൃദ്ധി കൊണ്ടുവരുമാറാകണമേ കർത്താവെ. ഞങ്ങളെ ഇവിടെ ആക്കിയിരിക്കുന്നത് നാടിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കർത്താവെ. ഇവിടെ നശിച്ചു പോകുന്ന അനേകരുണ്ട് കർത്താവെ, ക്യാമ്പുകളിലായിരിക്കുന്നവരുണ്ട് കർത്താവെ. അനേകര് കർത്താവെ ആത്മഹത്യയുടെ വക്കിൽ ആയിരിക്കുന്ന അനേകരെ ദൈവമേ ക്യാമ്പുകളിലും ഭവനങ്ങളിലും ആയിരിക്കുന്നവരുണ്ട് കർത്താവെ. അവരെ ദൈവമേ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവെ, അവരെ ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് കൊണ്ടുവരുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. യുഎയിലെ ഓരോ ചാപ്റ്റേഴ്സിന് മെമ്പേഴ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. യുഎയിലെ ഓരോ എമിറേറ്റ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന, അവിടെ പ്രവർത്തിക്കുന്ന ഓരോ ദൈവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഇവിടെ താമസിക്കുന്ന ഓരോ ദൈവവിശ്വാസികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങൾ ഓരോരുത്തരും കർത്താവെ തിരുനാമത്തെ ഈ പട്ടണത്തിൽ ഉയർത്തുവാൻ സഹായിക്കുമാറാകണമേ കർത്താവെ. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ആരാധന സ്വാതന്ത്ര്യത്തിനായ സ്തോത്രം കർത്താവെ. അതിലൊന്നും കർത്താവെ ഒരു ബുദ്ധിമുട്ട് വരാതെ വണ്ണം അങ്ങ് സൂക്ഷിച്ചുകൊള്ളുമാറാകണമേ. ദൈവമേ നിയമങ്ങളെയൊക്കെ ദൈവമേ പലയിടത്തും കടുപ്പിക്കുന്നു കർത്താവെ. എന്നാലും കർത്താവ് തിരുനാമത്തെ ഞങ്ങൾക്ക് ഉയർത്തുവാൻ സഹായിക്കുമാറാകണമേ. ഞങ്ങളുടെ നാമം ഈ രാജ്യത്തെ മോത്തപ്പെടുവാൻ സഹായിക്കുമാറാകണമേ. അല്പസമയം കൂടെ ഞങ്ങൾ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തിരുനാമത്തെ ഉയർത്തുവാൻ സഹായിക്കും. പ്രാർത്ഥന സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ദൈവം സഹായിക്കുമാറാകട്ടെ ബ്രദർ. താങ്ക് യു വെരി മച്ച്. അടുത്തത് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് നമ്മുടെ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്ത്യ രാജ്യത്തിന്റെ അവസ്ഥകളൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടല്ലോ, പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ 28 സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയും 8 കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന സുവിശേഷ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. അമ്മ വടക്കേ ഇന്ത്യയുടെ പ്രദേശങ്ങളിലൊക്കെ വളരെ ശക്തമായ എതിർപ്പുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങളാണല്ലോ. ആമേൻ. പുതിയ പുതിയ നിയമങ്ങളും പുതിയ അല്ലെങ്കിൽ കാരണമില്ലാത്ത കാരണങ്ങളാൽ ദൈവഭക്തന്മാരെ അനേകരെ ജയിലിൽ അടച്ചുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നല്ലോ.
ആമേൻ കർത്താവ് നമ്മുടെ രാജ്യത്തെ, പ്രത്യേകാല് ഇന്ത്യ രാജ്യത്തെ സൂക്ഷിക്കേണ്ടതിന് വേണ്ടി കർത്താവ് ആമേൻ അല്ലേലൂയ ആമേൻ അല്ല ഇഷ്ടമില്ലാത്ത വിഷയങ്ങളാണ് അവർ ചെയ്യുന്നതെങ്കിലും അതിലെല്ലാം കർത്താവ് ഇടപെട്ട് ആ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുവാൻ തക്കോണം സുവിശേഷം അറിയിക്കുന്ന കർത്താവിന്റെ വടക്കേന്ത്യ പ്രദേശങ്ങളിൽ ശക്തമായി കർത്താവിന്റെ വേല ചെയ്യുന്ന പ്രിയപ്പെട്ടവരെല്ലാം വളരെ സ്വാതന്ത്ര്യത്തോടെ സന്തോഷത്തോടെ അവിടെ കർത്താവിന്റെ വേല ചെയ്യുവാൻ തക്കോണം കർത്താവ് കൃപ ചെയ്യേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കണം. അവിടെ നടക്കുന്ന എല്ലാ സുവിശേഷ പ്രവർത്തനങ്ങളും വളരെ അനുഗ്രഹപ്രദമായി കർത്താവിന്റെ കൃപയോടുകൂടെ നടക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ഈ വിഷയങ്ങളെ ഓർത്ത് ആമേൻ അല്ലേലൂയ. സി കെ അബ്രഹാം ദാസൻ പ്രാർത്ഥിക്കുന്നതായി. സി കെ അബ്രഹാം. ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം 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 സ്തോത്രം. മഹത്വത്തിന്റെ പ്രത്യാശയാകുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഹല്ലേലൂയ. കർത്താവേ അനുഗ്രഹീതമായ നല്ല രാത്രി സമയത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുക. കർത്താവേ പാടുവാനും പ്രാർത്ഥിപ്പാനും തന്ന നല്ല സമയത്തിനായി ഞങ്ങൾ ദൈവത്തെ നന്ദി പറയുന്നു. സ്തോത്രം കർത്താവേ. ഞങ്ങളുടെ വിഷയം ഞങ്ങളെ ഏൽപ്പിച്ച പ്രാർത്ഥനാ വിഷയമായി കർത്താവേ തിരുസന്നിധിയോട് അടുത്ത് വരുന്ന കർത്താവേ ഇന്ത്യക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവ് സഹായിക്കണമേ. ഞങ്ങളുടെ ദേശത്തോട് കർത്താവ് മനസ്സിലെയണമെന്ന് പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ. കർത്താവ് ഞങ്ങളുടെ എല്ലാ സ്റ്റേറ്റുകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ അവിടെ നടക്കുന്ന സുവിശേഷ പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം ചെയ്ത് കർത്താവേ അവിടെ ആയിരിക്കുന്ന ഞങ്ങളുടെ ഭക്തന്മാർക്കായി സ്തോത്രം ചെയ്ത് കർത്താവ് സഹായിക്കണമേ. കുടുംബമായ കർത്താവ് മാനിക്കണമേ. ദേശത്ത് കർത്താവെ അങ്ങോട്ട് വചനം ഘോഷിപ്പാൻ തക്കൊണ്ട് എന്റെ മക്കളെ കർത്താവ് ബലപ്പെടുത്തണമെന്നായി പ്രാർത്ഥിക്കുന്ന കർത്താവ് ദേവദാസന്മാർക്കെതിരെ വരുന്ന എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും കർത്താവെ അവിടെ മാറ്റി കൊടുക്കണമെന്നായി പ്രാർത്ഥിക്കുന്ന പോലെ ജയിൽ കഴിയുന്ന ഞങ്ങളുടെ വിശുദ്ധന്മാർക്കായി സ്തോത്രം കർത്താവെ തക്ക സമയത്ത് ഇവിടെ പാർപ്പാൻ തക്കണം കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഞങ്ങളുടെ ദേശം അനുഗ്രഹമായി തീരുവാൻ തക്കണം കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് എല്ലാ ദേശങ്ങളും അങ്ങയുടെ വചനം ഘോഷിപ്പാൻ തക്കണം ഞങ്ങളുടെ മക്കളെ കർത്താവ് ബലപ്പെടുത്തണമേ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളുടെ കേരളത്തിനായി പ്രാർത്ഥിക്കുന്നു കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ കർത്താവെ എല്ലാ ഹല്ലേലൂയ സഭകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ കൂട്ടായ്മകൾക്കായി സ്തോത്രം കർത്താവ് ദേശം അനുഗ്രഹിക്കുവാൻ തന്നെ കർത്താവ് സഹായിക്കണം. രാത്രികാലം കർത്താവ് ഞങ്ങളെ ഒരുപോലെ അനുഗ്രഹിക്കുന്ന പ്ലാറ്റ്ഫോം ഉണ്ടായിരിക്കുന്ന എല്ലാ കർത്താവിന്റെ അഭിഷിക്തന്മാരെയും ദാസിദാസന്മാരെയും കർത്താവിന്റെ കരളിൽ സ്വർഗ സഹായി പ്രാർത്ഥനയ്ക്കായി സ്തോത്രം സകലേശ്വരന്റെ നാമത്തിൽ ആമേൻ. ആമേൻ. താങ്ക്സ് ബ്രദർ, താങ്ക്സ്. ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്തതായി നമുക്ക് സമയം വളരെ ഫാസ്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നല്ലോ. ഒരു വിഷയം കൂടെ മാത്രമേ നമ്മൾ പ്രാർത്ഥിക്കുന്നുള്ളൂ. നമ്മുടെ പ്രാർത്ഥനയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. ദൈവകൃപയാല് 25 വർഷം നമ്മുടെ പ്രാർത്ഥനയുടെ ആ പ്രവർത്തനങ്ങൾ പൂർത്തീകരിപ്പാൻ തക്കണം കർത്താവ് കൃപ ചെയ്തു. 26ാം വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ വെർച്വൽ കൺവെൻഷനൊക്കെ നടത്തണം എന്നുള്ള ആഗ്രഹത്തിൽ ഞങ്ങള് കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളുടെ രാവിലെ നടക്കുന്ന ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ തണലില് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. നമ്മുടെ യുഎയിലുള്ള നമ്മുടെ സഹോദരങ്ങളൊക്കെ അതിൽ ഭാഗക്കാരായി ദൈവവചനം പറയുകയും ശക്തമായി ദൈവിക ദൂതുകൾ അത് ലീഡ് ചെയ്യുകയും ചെയ്യുന്ന അനുഭവങ്ങളെയൊക്കെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേക കർത്താവിന്റെ ദാസൻ ബെൻസൺ ഡാനിയൽ പാസ്റ്റർ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ഈ രാവിലെ സമയം അവിടെ നടക്കുന്ന മീറ്റിംഗിൽ ജോയിൻ ചെയ്യുന്ന മാതാക്കള്, പിതാക്കന്മാര്, കർത്താവിന്റെ ദാസന്മാര്, ഒരു വലിയ കൂട്ടം ആ ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് രാവിലെ 6 മണി മുതൽ 7 മണി വരെ അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ യുഎയുടെ പ്രാർത്ഥനയുടെ അല്ലെങ്കിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരെ അതിലെ സഹകാരികളായിരിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രാർത്ഥന ധനിയുടെ 25ാം വർഷം പൂർത്തീകരിച്ചിരിക്കുന്ന വേളയില് നമുക്ക് കർത്താവ് വീണ്ടും നമ്മുടെ പ്രിയ ആ വർഷങ്ങളിലേക്ക് പ്രവേശിക്കുന്നല്ലോ. കർത്താവ് സഹായിക്കുമാറാകട്ടെ. അതിന്റെ മുൻപിൽ നിന്ന് മറ്റ് ചാപ്റ്ററുകളെല്ലാം രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും കർത്താവ് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ശക്തമായി മുന്നിൽ നിന്ന് ഓരോ ചാപ്റ്ററിന്റെ മുമ്പിൽ നിന്ന് പ്രവർത്തിക്കുന്ന ദൈവദാസന്മാരെയൊക്കെ ശക്തമായ രാജ്യങ്ങളിലെല്ലാം കർത്താവിന് വേണ്ടി വളരെ ശക്തമായി ഉപയോഗിക്കപ്പെടുവാൻ തക്കോണം കർത്താവ് കൃപ ചെയ്യുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ സമയം തീർന്നതുകൊണ്ട് കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞാൻ തന്നെ പ്രാർത്ഥിച്ച് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന ധനിയുടെ പ്രവർത്തനങ്ങൾ കർത്താവ് ഇത്രത്തോളം ഞങ്ങളെ കൊണ്ടുവന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ ദാസന്റെ മനസ്സിൽ കൊടുത്ത ആഗ്രഹത്തെ ഇത്രത്തോളം 25 വർഷം പൂർത്തീകരിപ്പാൻ തക്കണം കർത്താവ് കൃപ ചെയ്ത് 26ാം വർഷത്തിലേക്ക് പ്രവേശിപ്പാൻ തക്കണം കർത്താവ് കാരണമായി തീർന്നല്ലോ. പ്രത്യേകാല് യുഎയില് ആയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ കർത്താവ് ഇതുവരെയും സഹായിച്ച ഓർത്ത് ദൈവത്തിന് സ്തോത്രം. യുഎഇ ചാപ്റ്ററിന്റെ അഭിമുഖത്തിൽ ഇങ്ങനെ കൂടിയ ഒരു കർത്താവ് ഞങ്ങൾക്ക് നൽകിയത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം. മറ്റു രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന എല്ലാ ചാപ്റ്ററുകളെയും കർത്താവ് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യയിലെ കർത്താവ് അല്ലെങ്കിൽ വിവിധ സ്റ്റേറ്റുകളിലെ വിവിധ ഡിസ്ട്രിക്റ്റുകളിലൊക്കെ അതിന്റെ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നല്ല കർത്താവെ. ഇതൊരു വലിയ വലിയ ശാഖയായി, ഒരു വലിയ മരം കല്ലിയ ശാഖകളായി വികസിക്കുന്ന പോലെ ആയിത്തീരുവാൻ തക്കണം കർത്താവ് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാലം ഇതിന്റെ ഇന്റർനാഷണൽ ഡയറക്ടർ ആയിരിക്കുന്ന കർത്താവിന്റെ ദാസൻ ബെൻസൺ ഡാനിയൽ പാസ്റ്റർക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസിക്കായി സ്തോത്രം, മക്കൾക്കായി സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് മുന്നിൽ നിന്നും കാര്യങ്ങൾ എല്ലാം ചെയ്യുന്ന എല്ലാ ദൈവഭക്തന്മാരെയും ശക്തമായി കർത്താവ് ഉപയോഗിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ രാത്രികാലം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ സ്നേഹവിരുദ്ധനായി സ്തോത്രം. ശക്തമായി
ദൈവത്തിന്റെ വചനത്തിലൂടെയും ഞങ്ങളോട് സംസാരിക്കണമേ. കർത്താവിന്റെ ദാസൻ കർത്താവിന്റെ പ്രാർത്ഥിച്ചു തുടങ്ങിയ മീറ്റ് ഞങ്ങൾക്ക് ഒരു വലിയ അനുഗ്രഹത്തിന് കാരണമായി തീർന്നു പറയുവാൻ കൂടെ കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകിയാട്ടെ എന്ന് പ്രാർത്ഥിക്കുക. എല്ലാം ദൈവനാമ മഹത്വത്തിനായി ഒരുക്കും സഹായിക്കും. ഞങ്ങളുടെ നല്ല കർത്താവും രക്ഷകനുമായിരിക്കുന്ന യേശു കർത്താവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടാൽ നമുക്ക് എല്ലാവർക്കും കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാമല്ലോ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവയെ സകല ജഡവും നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ള ദൈവവചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ചെറുതായിരുന്നാലും വലുതായിരുന്നാലും അതിന്മേലെല്ലാം കർത്താവ് മഞ്ഞും മഴയും അയച്ച് യഥാസമയം മറുപടി തന്ന് സഹായിക്കട്ടെ എന്ന് ഹൃദയമായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. സ്റ്റാർ വിതരണെ ഓർത്ത് വീണ്ടും സ്തോത്രം. പ്രാർത്ഥന ലീഡ് ചെയ്യുവാൻ കർത്താവ് സഹായിച്ചതിനാൽ നന്ദി പറയുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വീണ്ടും കൊയർ നമുക്ക് വേണ്ടി പാട്ട് പാടുന്നതായിരിക്കും. അതിനായിട്ട് പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ നാമത്തിൽ വീണ്ടും ക്ഷണിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. എൻ കരം പിടിച്ചനുദിനം മരുഭൂവിൽ നടത്താമെന്നുരച്ചവനൊരു നാളും മറക്കുകയില്ല. എൻ കരം പിടിച്ചനുദിനം മരുഭൂവിൽ നടത്താമെന്നുരച്ചവനൊരു നാളും മറക്കുകയില്ല. നിന്നെ ഒരു നാളും അനാഥനായി വിടുകില്ലെന്നരുളിയ കരുണാനിധേ. ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകില്ലെന്നരുളിയ കരുണാനിധേ. എൻ കരം പിടിച്ചനുദിനം മരുഭൂവിൽ നടത്താമെന്നുരച്ചവനൊരു നാളും മറക്കുകയില്ല. എൻ കരം പിടിച്ചനുദിനം മരുഭൂവിൽ നടത്താമെന്നുരച്ചവനൊരു നാളും മറക്കുകയില്ല. പ്രതികൂലമായിടുന്ന കൊടുങ്കാറ്റുകൾ ശക്തിയായ നേരെ അടിച്ചുയർന്നിടുമ്പോൾ, പ്രതികൂലമായിടുന്ന കൊടുങ്കാറ്റുകൾ ശക്തിയായ നേരെ അടിച്ചുയർന്നിടുമ്പോൾ, മറച്ചുകൊള്ളേണമേ നിൻ ചിറകിൻ കീഴനുദിനം വഹിച്ചുകൊള്ളുമല്ലോ നിൻ തിരുക്കരത്താൽ. മറച്ചുകൊള്ളേണമേ നിൻ ചിറകിൻ കീഴനുദിനം വഹിച്ചുകൊള്ളുമല്ലോ നിൻ തിരുക്കരത്താൽ. വെള്ളത്തിൽ കൂടി നീ തെല്ലും നടന്നിടിലും മുക്കുകില്ല നദി നിന്നെ ഒരു നാളിലും. വെള്ളത്തിൽ കൂടി നീ തെല്ലും നടന്നിടിലും മുക്കുകില്ല നദി നിന്നെ ഒരു നാളിലും. അഗ്നിശോധനയിൽ കൂടി കടക്കേണ്ടി വന്നാലും അല്പം പോലും ഭയം നമുക്കിഹത്തിൽ വേണ്ട. അഗ്നിശോധനയിൽ കൂടി കടക്കേണ്ടി വന്നാലും അല്പം പോലും ഭയം നമുക്കിഹത്തിൽ വേണ്ട. ഭക്ഷണപാനീയമില്ലാതലഞ്ഞിടുമ്പോൾ ശക്തിമാന്മാരുടെ നല്ല ഭോജനമേകും.
ഭക്ഷണപാനീയമില്ലാതലഞ്ഞിടുമ്പോൾ ശക്തിമാന്മാരുടെ നല്ല ഭോജനമേകും. തൃക്കൈയൊന്നു തുറക്കുമ്പോൾ സർവജീവജാലങ്ങൾക്കും തൃപ്തി വരുത്തുന്ന പരിപാലകനല്ലോ. തൃക്കൈയൊന്നു തുറക്കുമ്പോൾ സർവജീവജാലങ്ങൾക്കും തൃപ്തി വരുത്തുന്ന പരിപാലകനല്ലോ. സ്നേഹിതന്മാരെല്ലാം ശത്രു നിരകളിലായി അണിനീരന്നനുദിനം പടപൊരുന്നു. സ്നേഹിതന്മാരെല്ലാം ശത്രു നിരകളിലായി അണിനീരന്നനുദിനം പടപൊരുന്നു. പടനായകനായി നീയൻ സമീപയുണ്ടെല്ലാ നാളും വിജയം നിശ്ചയമാണെന്നറിഞ്ഞുകൊള്ളുക. പടനായകനായി നീയൻ സമീപയുണ്ടെല്ലാ നാളും വിജയം നിശ്ചയമാണെന്നറിഞ്ഞുകൊള്ളുക. ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകില്ലെന്നരുളിയ കരുണാനിധി. ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകില്ലെന്നരുളിയ കരുണാനിധി. എൻ കരം പിടിച്ചനുദിനം മരുഭൂവിൽ നടത്താമെൻ ഉറച്ചവനൊരു നാളും മറക്കുകില്ല. എൻ കരം പിടിച്ചനുദിനം മരുഭൂവിൽ നടത്താമെൻ ഉറച്ചവനൊരു നാളും മറക്കുകില്ല. എൻ കരം പിടിച്ചനുദിനം മരുഭൂവിൽ നടത്താമെൻ ഉറച്ചവൻ ഒരു നാളും മറക്കുകില്ല. എൻ കരം പിടിച്ചനുദിനം മരുഭൂവിൽ നടത്താമെന്നുറച്ചവനൊരു നാളും മറക്കുകില്ല. ദൈവത്തിന് സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ആ പഴയ പാട്ട് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത് പലപ്പോഴും നമ്മുടെ ഹൃദയങ്ങളെ ആഴമായി സ്പർശിക്കുന്ന ഗോൾഡൻ ബെൽസ് വളരെ അനുഗ്രഹമായ നിലയിൽ പാടുവാൻ കർത്താവ് സഹായിച്ചത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസനെയും ടീമിനെയും എല്ലാം കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ദൈവമായിട്ട് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് അല്പസമയം നമ്മൾ ദൈവവചന കേൾവിക്കായിട്ടുള്ള സമയമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പ്രാർത്ഥനാ ധ്വനിയുടെ UAE ചാപ്റ്ററിന്റെ മിഷൻ കോർഡിനേറ്റേഴ്സിൽ ഒരാളായിരിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ ഫിനിബി മാത്യു ആണ് ഇന്ന് രാത്രി ദൈവവചനം ശുശ്രൂഷിക്കുന്നത്. ഫിനിബി ജോൺ ആണ് ദൈവവചനം ശുശ്രൂഷിക്കുന്നത്. വളരെ പ്രാർത്ഥനയോടെ, ഐ ആം എക്സ്ട്രീംലി സോറി, വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവിന്റെ ദാസനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ഒന്നിച്ച് ഇവിടെ ആയിരിക്കാൻ, ഈ ടീമിൽ കൈകോർക്കുവാനൊക്കെ കർത്താവ് തരുന്ന നല്ല അവസരങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയോടെ കർത്താവിന്റെ ദാസനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ ഇങ്ങനെ സൂം പ്ലാറ്റ്ഫോമിലൂടെ പ്രാർത്ഥനാദിനയുടെ മീറ്റിംഗ് ആയി കടന്നു വരുവാൻ ദൈവം സഹായിച്ചതിനെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിന്റെ ഇന്റർനാഷണൽ ഡയറക്ടർ പാസ്റ്റർ ബെൻസൺ പാസ്റ്ററിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്റർനാഷണൽ കോർഡിനേറ്റർ സാൻജാനായി സ്തോത്രം ചെയ്യുന്നു. മറ്റ് UAE-യിലുള്ള എല്ലാ പ്രവർത്തകരെ അങ്ങനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേക നമ്മുടെ ചെയർമാൻ ഇന്ന് പാസ്റ്റർ വർഗീസ് പാസ്റ്റർ ഇന്ന് നമ്മുടെ ഒപ്പം ആയിരിക്കുന്നു. അത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങളിലൂടെ നമ്മളെ സന്തോഷിപ്പിച്ച പാസ്റ്റർ ജമൽസൺ P. ജേക്കബിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കേരളക്കരയിലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗായകനാണ് അദ്ദേഹം. ചില നാളുകളിൽ വിസിറ്റിനായി ഇവിടെ കടന്നു വന്നപ്പോൾ ഞങ്ങളിങ്ങനെ ഇതിനു വേണ്ടി ക്ഷണിച്ചപ്പോൾ മനസ്സോടുകൂടി കടന്നു വരുവാൻ ഇടയായി തീർന്നു. അനുഗ്രഹിക്കപ്പെട്ട ഞാൻ ചിന്തിച്ചു, ഈ ഗാനങ്ങൾ തുറന്നു പോയിരുന്നെങ്കിൽ നന്നായിരുന്നു. വളരെ ആത്മനിറവോടുകൂടി അതെല്ലാവർക്കും അതിൽ ഭാഗവാക്കാകുവാൻ കഴിഞ്ഞതിൽ സന്തോഷിക്കുന്നു. അതുപോലെ തന്നെ ഈ ഭവനം ഇങ്ങനെ തുറന്നു നിന്ന ബ്രദർ ജോബിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ഈ UAE സിംഗേഴ്സ് ഇവിടുന്നാണ് മിക്കവാറും ടെലികാസ്റ്റ് ചെയ്യപ്പെടുന്നത്.
പ്രിയഭവനത്തെ ദൈവത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന ഞങ്ങളുടെ കീബോർഡിസ്റ്റ് തേജസ്സിനായി സ്തോത്രം ചെയ്യുന്നു. പ്രിയ കർത്താവദാസനെയും ദൈവം ബലപ്പെടുത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ പേരുകൾ എടുത്തു പറയുകയാണെങ്കിൽ പലരെയും ഉണ്ടെങ്കിലും എല്ലാവരെയും ഒരിക്കൽ കൂടെ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ ഈ മാസം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം പ്രതിസന്ധിയിൽ വെളിപ്പെടുന്ന ദൈവസാന്നിധ്യം എന്നുള്ളതാണ്. നമ്മൾ പല ദൈവദാസന്മാർ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആ വിഷയത്തെക്കുറിച്ച് ആധികാരികമായി ഫേസ്ബുക്കിലൂടെ ഒക്കെ നമുക്ക് സംസാരിക്കുകയും കേൾക്കുകയും ചെയ്യുവാനിടയായി തീർന്നിട്ടുണ്ട്. പ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയാത്ത ഒരവസ്ഥയാണ്. എന്ത് തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ഒരു ഭയപ്പാടോടുകൂടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. തെറ്റാണോ ശരിയാണോ, ഈ തീരുമാനം എടുത്താൽ ശരിയാകുമോ എന്നുള്ള ആശങ്ക. അങ്ങനെയുള്ള സമയത്ത് കർത്താവിൽ ആശ്രയിക്കുക, ദൈവസാന്നിധ്യം വെളിപ്പെടുന്നത് കാണുവാൻ നമുക്കിടയായിത്തീരും. നമ്മുടെ പല ബൈബിളിലെ അനേക ദൈവദാസന്മാരെ അല്ലെങ്കിൽ ദൈവഭക്തന്മാരെ അങ്ങനെ ആ ദൈവം ബലപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ കഴിഞ്ഞ ദിവസം പാസ്റ്റർ ജയ്സ് പാണ്ടനാട് ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒരു ലേഖനം കുറിച്ച് കാണുവാൻ കഴിഞ്ഞു. പെന്തക്കോസ്ത് സഭകൾ കടുത്ത പ്രതിസന്ധിയിലാണെന്ന് ഒരു വാർത്താ ചാനൽ വാർത്ത കൊടുക്കുവാനിടയായി തീർന്നു. അദ്ദേഹം അതിനെതിരെ ശക്തമായ ഒരു ലേഖനം എഴുതുവാനിടയായി തീർന്നു. ഞാൻ ഈ വാക്ക് കണ്ടവരാണ് ഞാൻ ശ്രദ്ധിക്കുവാനിടയായി തീർന്നത്, പ്രതിസന്ധി എന്നുള്ളത്. കാര്യം അദ്ദേഹം പറഞ്ഞത് പെന്തക്കോസ്ത് സഭകൾ ഒന്നും ഇവിടെ പ്രതിസന്ധിയിലില്ല, അല്ല, അത് തെറ്റായ വാർത്ത അങ്ങനെ കൊടുക്കരുത്. കാര്യം അവര് ഉദ്ദേശിച്ചത് ഈ ബിലിവേഴ്സ് ചർച്ചൊക്കെ അവര് എപ്പിസ്കോപ്പൽ ആ തീരുമാനത്തിലേക്കൊക്കെ പോയതും അവരുടെ ചട്ടക്കൂടിനുള്ളിലുള്ള കാര്യങ്ങൾ അവർക്ക് വരുന്നതിനെ വെട്ടിപ്പിടിച്ച് നിർത്തുവാനുള്ള വ്യഗ്രതയോടുകൂടി പോയത് കൊണ്ടുള്ള അതിന്റെ ഇതിനനുസരിച്ച് ആ വാർത്തയ്ക്ക് അനുബന്ധമായിട്ടാണ് ഈ വാർത്തകൾ അവർ കൊടുത്തത്. എന്നാൽ എല്ലാ പെന്തക്കോസ്ത് ചർച്ചസിനെയും അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അത് രക്തം ചൂടുപിടിക്കുവാനിടയായി തീർന്നു. അദ്ദേഹം അതിനോട് ശക്തമായി എതിർക്കുവാനിടയായി തീർന്നു. ഇന്ത്യയിലെ ഇതര പെന്തക്കോസ്ത് സഭാ നേതൃത്വം ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത പച്ചക്കള്ളമാണ് അവർ പറഞ്ഞ് എന്ന് അദ്ദേഹം പറയുവാനിടയായി തീർന്നു. നമ്മുടെ പെന്തക്കോസ്ത് സഭകളുടെ ദർശനം വ്യത്യസ്തമാണ്. തെറ്റായ വാർത്തയോട് പ്രതികരിക്കുന്നതിനോടൊപ്പം ജീർണതയും മൂല്യച്യുതിയും അറുത്തുമാറ്റമുള്ള ആർജവം നമ്മുടെ പെന്തക്കോസ്ത് സമൂഹം ഈ നാളുകളിൽ കാണിക്കണം. നമുക്കറിയാം, നമ്മുടെ പല നേതൃത്വങ്ങളും പല സ്ഥലങ്ങളിലും കാണുന്ന ഓരോ അവസ്ഥകൾ നമുക്കറിയാവുന്നതാണ്. ഞാനത് പ്രത്യേകം എടുത്തു പറയുന്നില്ല. എങ്കിലും അതിനൊരു വ്യത്യാസം ഉണ്ടാകുവാൻ നമുക്ക് ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അത് വലിയൊരു പ്രതിസന്ധിയാണ് ഈ കാലഘട്ടത്തിൽ പെന്തക്കോസ്ത് സഭാ നേതൃത്വങ്ങൾ, സഭാ വിശ്വാസികൾ അനുഭവിക്കുന്ന വലിയൊരു പ്രതിസന്ധിയാണ്. ശക്തമായ ഒരു നേതൃത്വം ഇല്ലാതിരിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കുത്തഴിഞ്ഞ ഒരു അവസ്ഥയിലേക്ക് ഈ ദിവസങ്ങളിൽ മാറിപ്പോകുന്നു. വരുന്ന തലമുറ, ഈ തലമുറ മാറിപ്പോയി കഴിയുമ്പോൾ അടുത്ത നയിക്കാൻ ഒരു തലമുറ വരുമ്പോൾ അവരെന്ത് മാതൃക അവർ നമ്മളിൽ നിന്ന് ഉൾക്കൊള്ളും എന്നുള്ള ഒരു ചിന്ത നമുക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അത് അദ്ദേഹം പറയാനുള്ളത് വാർത്താ ദാരിദ്ര്യമാണ് ഈ ചാനലിനെ ഇങ്ങനെ ഒരു പ്രതിസന്ധിയിലേക്ക് കടത്തിവിട്ട് എന്ന് അദ്ദേഹം പറയുവാനിടയായി തീർന്നു. എന്നാലും നമുക്ക് സ്വയശോധന ചെയ്യുവാനുള്ള ഒരു കാരണമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായ 2 വാക്യങ്ങൾ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. എഫേസ്യ ലേഖനം 6:12, 1 പീറ്റർ 5:6. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. 1 പീറ്റർ 5:6. താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴെ താണിരിപ്പി. ആമേൻ. നമുക്ക് വളരെ സുപരിചിതമായ 2 വാക്യങ്ങളാണ് വായിച്ചത്. ആദ്യത്തെ 2ാമത്തെ വാക്യം തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴ് താണിരിക്കുവാൻ പറയുന്നു. നമുക്ക് പ്രതിസന്ധി കടന്നു വരുമ്പോൾ നമുക്ക് തളർച്ച ഉണ്ടാകും. നമ്മൾ എന്ത് ചെയ്യണം, മുന്നോട്ട് എങ്ങനെ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ തളർന്നു പോകുന്ന അവസ്ഥയുണ്ട്. പ്രതിസന്ധി വരുമ്പോൾ നമുക്ക് പിറുപിറുക്കും, മറ്റുള്ളവരെ പഴിചാരും. നമ്മൾ സ്വയം അതിൽ നിന്ന് എങ്ങനെയും ഒന്ന് തലയുരിയെടുക്കുവാൻ മറ്റുള്ളവരെ പഴിചാരുന്ന അവസ്ഥയുണ്ട്. അതുപോലെ തന്നെ ദൈവത്തെ ഉപേക്ഷിച്ചു പോകുന്നവരുണ്ട്, ദൈവത്തെ മറക്കുന്നവരുണ്ട്. ദൈവം ഉണ്ടെങ്കിൽ ഇങ്ങനെ എന്തുകൊണ്ട് എനിക്ക് സംഭവിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു പ്രതിസന്ധിയെ ജയിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ദർശനം ആവശ്യമാണ്. യോസഫിന്റെ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതാണ്, യോസഫിനെ കുറിച്ച് നമ്മൾ കേൾക്കുവാനിടയായിരുന്നു. അതുപോലെ പ്രതിസന്ധികൾ നമുക്ക് ഒരുപക്ഷെ നമ്മൾ പ്രതിയാക്കപ്പെടാം. നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ഒരു പ്രതിസന്ധി കടന്നു
വരുമ്പോൾ നമ്മൾ പ്രതിയാക്കപ്പെടും. യോസഫിനെ ഇത് നമുക്കറിയാം. അദ്ദേഹം വളരെ വിശ്വസ്തയോടെ നിന്നുവെങ്കിലും ഒരു പ്രതിയാക്കപ്പെട്ട് കാരാഗ്രഹത്തിൽ അടയ്ക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. അതുപോലെ തന്നെ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ഭയം ഉളവാകും. ഏത് മനുഷ്യനും ഉണ്ടാകും. നമുക്ക് ഓരോ തരത്തിലുള്ള പ്രതിസന്ധിയാണ്. ഒരാൾക്ക് നമ്മൾ പറയുന്ന പഴഞ്ചൊല്ല് പറയുന്ന പോലെ ഒരാൾക്ക് തടിഭാരം, ആനയ്ക്ക് തടിഭാരം, ഉറുമ്പിന് അരിഭാരം എന്ന് പറഞ്ഞാൽ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ, ഭാരങ്ങളുമാണ് ഓരോരുത്തരുടെ ജീവിതത്തിൽ കടന്നു വരുവാനിടയായി തീർന്നത്. നമുക്ക് ഒരു രാജാവിന്റെ കാര്യം എടുക്കാം. 2 ദിനവൃത്താന്തം 20-ാം അധ്യായത്തിൽ നമുക്ക് യെഹോശാഫാത്തിനെ നമുക്ക് കാണുവാൻ കഴിയും. അവിടെ അദ്ദേഹം വലിയൊരു പ്രതിസന്ധിയിലായിരിക്കുകയാണ്. അമ്മോന്യരും മോവാബ്യരും യുദ്ധത്തിന് വേണ്ടി കടന്നു വരുമ്പോൾ യഹോശാഫാത്ത് ഭയപ്പെട്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. പെട്ടെന്ന് അദ്ദേഹം തീരുമാനിക്കുന്നത് ഉപവാസം പ്രസിദ്ധീകരിക്കുവാനാണ്. യഹൂദയിൽ മുഴുവൻ ഒരു ഉപവാസം പ്രസിദ്ധീകരിച്ചു. ഈ വരുന്ന സൈന്യത്തെ നേരിടുവാൻ എനിക്ക് ശക്തിയില്ല. തന്റെ കഴിവിനെ, തന്റെ കഴിവുകേടിനെ അദ്ദേഹം തിരിച്ചറിയുവാനിടയായിരുന്നു. ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവസാന്നിധ്യം വർദ്ധിക്കണമെങ്കിൽ, ദൈവസാന്നിധ്യം നമ്മുടെ പ്രതിസന്ധികൾ വെളിപ്പെടണമെങ്കിൽ നാം ആരാണെന്നും നമ്മുടെ കഴിവെന്താണെന്നും നമ്മൾ ഒന്നുമില്ലെന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ മാത്രമേ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുന്നത് കാണുവാൻ കഴിയത്തുള്ളൂ, അത് തിരിച്ചറിയുവാൻ കഴിയത്തുള്ളൂ. നമുക്ക് അവിടെ അദ്ദേഹം വലിയ പ്രതിസന്ധിയൊക്കെ മുമ്പേ നമ്മൾ പാടിയ പോലെ കാർമേഘങ്ങൾ കയറി വരുമ്പോൾ എങ്ങനെ അതിനെ അതിജീവിക്കുവാൻ കഴിയുമെന്ന് നമുക്ക് ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കാം. നമ്മൾ ഈ പ്രതിസന്ധി നമ്മൾ മനസ്സിലാക്കുമ്പോൾ, നമ്മുടെ കഴിവുകേട് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ദൈവത്തോട് വിധേയത്വം കൂടുവാനിടയായിത്തീരുന്നു. നമ്മളൊരു കഴിവില്ലെന്ന് മനസ്സിലാക്കി നമ്മൾ കഴിവുള്ള ഒരാളെ ആശ്രയിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ദൈവത്തോടുള്ള വിധേയത്വവും സ്നേഹവും ആശ്രയവും നമുക്ക് വർദ്ധിക്കുവാനിടയായി തീരും. ഈ ദിവസങ്ങളിൽ നമ്മൾക്ക് പ്രതിസന്ധികൾ നമ്മുടെ മുൻപിൽ കടന്നു വരുമ്പോൾ, ഭാരങ്ങൾ നമ്മൾ മുമ്പിൽ കടന്നു വരുമ്പോൾ, നമുക്ക് എങ്ങനെ അതിനെ അതിജീവിക്കണമെന്ന് അറിയാതിരിക്കുമ്പോൾ ദൈവത്തെ ഒന്ന് ആശ്രയിക്കുവാൻ ഒരു ഉപവാസം പ്രസിദ്ധീകരിച്ചുകൊണ്ട് യഹോശാഫാത്ത് ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് ഈ ദിവസങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, ദൈവത്തിൽ ഒന്ന് ആശ്രയിക്കുവാൻ ഇടയായി തീരട്ടെ. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, അദ്ദേഹം ഒരു ദൈവത്തിൽ ആശ്രയിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ലേവിനെ ദൈവം ആത്മാവ് കൊണ്ട് നിറയ്ക്കുകയും അദ്ദേഹം ഒരു ആലോചന പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങൾ ഇനി പേടിക്കേണ്ട, നിങ്ങൾ ഈ യുദ്ധം നിങ്ങൾക്കുള്ളതല്ല, ദൈവത്തിനുള്ളതാണ് യുദ്ധം. അതിന്റെ 15-ാം വാക്യം ഒന്ന് വായിക്കാമോ? അവൻ പറഞ്ഞത് എന്തെന്നാൽ, യഹൂദ്യരൊക്കെയും യെരൂശലേം നിവാസികളും യഹോശാഫാത്ത് രാജാവുമായുള്ളവരെ കേട്ടുകൊള്ളുവിൻ. യഹോവ ഇപ്രകാരം നിങ്ങളോട് അരുളി ചെയ്യുന്നു, ഈ വലിയ സമൂഹം നിമിത്തം ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റെതത്രേ. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിന്. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഈ രാജാവാകട്ടെ, ഒരു വ്യക്തിയാകട്ടെ, അവർക്ക് ആശ്രയം, അവർക്ക് യുദ്ധം ചെയ്യുന്നത് കർത്താവ് യുദ്ധം ചെയ്യുന്നതാണ് അവിടെ പറയുവാനിടയായി തീർന്നത്. അവർക്ക് ദൈവിക ആലോചന പ്രാപിച്ചതിന് ശേഷം അവർ യുദ്ധത്തിന് പുറപ്പെടുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾ പാട്ടുപാടി സ്തുതിച്ച് ദൈവത്തെ ആരാധിക്കുമ്പോൾ നിങ്ങൾക്ക് വിടുതൽ കാണുവാനിടയായി തീരും. അവർക്ക് കടന്നു വന്ന മോവാബ്യരും അതുപോലെ തന്നെ ഈ അമ്മോന്യര് കടന്നു വന്നിട്ട് അവര് സെയർ പർവ്വതക്കാരുമായിട്ട് തമ്മിൽ അടിച്ച് യുദ്ധം ചെയ്ത് പിരിഞ്ഞ് അവര് എല്ലാവരും മരിച്ചതായിട്ട് കാണുവാൻ കഴിയുന്നു. നമ്മൾ ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും, നമ്മൾ ദൈവത്തെ നമ്മൾ ആലോചന, പെന്തക്കോസ്തുകാർ പ്രത്യേകിച്ച് ആലോചന കൊടുക്കുന്നവർ, കർത്താവ് ഇന്ന വഴിയിൽ കൂടെ പ്രവർത്തിച്ചാൽ അത് നന്നായിരിക്കും എന്ന് നമ്മൾ ആലോചന പറയുന്നത്. ഈ ദിവസങ്ങളിൽ കർത്താവ് എന്ത് കൽപ്പിക്കുന്നുവോ അത് ചെയ്യുവാൻ, അത് ഒരുപക്ഷെ നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ കർത്താവ് അവിടെ പറയുന്നുണ്ട്, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുക. കാര്യം നമ്മുടെ ആശയങ്ങളും ദൈവത്തിന് കൊടുക്കേണ്ട കാര്യമില്ല. ദൈവം പ്രവർത്തിക്കുവാൻ അത് ചെറിയ കാര്യമില്ല. നമുക്കറിയാം, ഗിദെയോനെ നമുക്കറിയാം. ഗിദെയോൻ അവിടെ യുദ്ധത്തിന് പുറപ്പെടുന്നത് ഒരു മംഗലവും ഒരു പന്തവുമായിട്ടാണ് പോകുന്നത്. അത് എന്തൊരു വിരോധാഭാസമാണ്. നമ്മൾ ഈ ദിവസങ്ങളിൽ ഇവിടെ ഒരു രാജാവ് പറയുന്നു, പാട്ട് പാടിക്കൊണ്ടു പോകാൻ പറയുന്നു. ദൈവം പറയുന്നത് നമ്മൾ അനുസരിച്ചു കഴിഞ്ഞാൽ ഏത് പ്രതിസന്ധി ആയിക്കൊള്ളട്ടെ, ഏത് പ്രശ്നങ്ങളായിക്കൊള്ളട്ടെ, അതിനെ അതിജീവിക്കുവാൻ ദൈവത്തിന്റെ ടൂള് മതി. ദൈവത്തിന്റെ ആവനാഴിയിൽ ഇഷ്ടം പോലെ ആയുധങ്ങളുണ്ട്. അത് ചെറുതായിട്ട് നമ്മൾ ഉദ്ദേശിക്കാത്ത നിലവാരത്തിൽ അത് പ്രവർത്തിക്കാനിടയായി തീരുവാനിടയും. ഹല്ലേലൂയ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടെ ശത്രു സൈന്യം മുഴുവൻ മരിച്ചു വീണായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അവർ പോയി അവരെ കൊള്ളയിടുകയാണ്. 3 ദിവസം കൊള്ളയിട്ട് ചുമപ്പാൻ കഴിയാതെ വണ്ണം അവർ കൊള്ള പങ്കിട്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവത്തിന്റെ പരമാധികാരം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ
അവിടെ ദൈവത്തിൽ ആശ്രയിക്കുവാനിടയായി തീർന്നു. അവിടെ അവർ ആ ജയം ഘോഷിച്ചതിന് ശേഷം അനുഗ്രഹത്തിന്റെ താഴ്വര എന്ന് പറഞ്ഞ് ബെറാക്ക താഴ്വര എന്ന താഴ്വരയ്ക്ക് പേരിടുവാനിടയായി തീർന്നു. ഈ ദിവസങ്ങളിൽ നമുക്ക് നമ്മുടെ പ്രതിസന്ധികളിൽ നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ആ പ്രതിസന്ധികളിൽ അനുഗ്രഹത്തിന്റെ താഴ്വരകൾ, അനുഗ്രഹത്തിന്റെ നന്മകളുടെ അവസരങ്ങൾ നമുക്ക് ഉണ്ടാകുവാൻ ഇടയായി തീരട്ടെ. നമ്മൾ വായിച്ച വാക്യത്തിൽ കാണുന്നു, നിങ്ങൾക്ക് പോരാട്ടം എന്നുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതിയോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. ഈ ദിവസങ്ങളിൽ നമുക്ക് പോരാട്ടമുള്ളത്. നമ്മളെല്ലാവരും ഒരു പോർക്കളത്തിലാണ് നിൽക്കുന്നത്. ഞങ്ങളുടെ കർത്താനദാസൻ കയറുമ്പോൾ നമ്മൾ കളിക്കളത്തിലല്ല, പോർക്കളത്തിലാണ്. നമ്മൾ എപ്പോഴും ശത്രുവിനോട്, പിശാചിനോട് പോരാടും. നമുക്ക് ഇന്ന് പ്രത്യക്ഷത്തിൽ ഒരു മനുഷ്യനോട് നമുക്ക് പോരാട്ടമില്ല, എല്ലാവരെയും നമ്മൾ സ്നേഹിക്കുക. എന്നാൽ നമുക്ക് പോരാട്ടമുള്ളത് പിശാചിനോടാണ്, അവന്റെ അധികാരങ്ങളോടാണ്, അവന്റെ പ്രവൃത്തികളോടാണ്. ഈ ദിവസങ്ങളിൽ ദൈവസഭ തിരിച്ചറിയണം, ദൈവമക്കൾ തിരിച്ചറിയണം. അവനെ കഴിയുമെങ്കിൽ വൃതന്മാരെ തെറ്റിച്ച് കളയുവാൻ പിശാച് അവന്റെ ആവനാഴിയിലെ സകലവിധ ആയുധങ്ങളും എടുത്തുകൊണ്ട് ഇന്ന് ഈ ദിവസങ്ങളിൽ മുന്നേറുകയാണ്. ആ സമയത്ത് നമുക്ക് അതിനെ ജയിപ്പാനുള്ള ദൈവകൃപ ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാപിച്ചെടുക്കാം. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ദുർദിവസത്തെ എതിർത്ത് നിൽപ്പാൻ സർവായുധം ധരിച്ചുകൊള്ളുമെന്ന് പൗലോസോട് പറയുന്നുണ്ട്. പൗലോസിന് നല്ല യുദ്ധവും യുദ്ധസന്നാഹങ്ങളെ കുറിച്ച് നല്ലവണ്ണം അറിയാവുന്ന പൗലോസ് അദ്ദേഹം രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്, മനസ്സാന്തരപ്പെടുന്നതിന് മുമ്പ് ഈ മാർഗക്കാരെ മുഴുവൻ കൊല്ലണമെന്ന് കൽപ്പനയും മേടിച്ചിറങ്ങി തിരിച്ച പൗലോസ് അവസാനം പറയുകയാണ്, ആ സർവായുധവർഗം ധരിച്ചുകൊള്ളു. നമ്മുടെ പോരാട്ട ആയുധങ്ങൾ ജഡരക്തങ്ങളല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും പോരാടുവാൻ ഈ ദിവസങ്ങളിൽ നമുക്ക് സർവായുധവർഗം ധരിച്ചുകൊണ്ട് മുന്നേറാം. നമുക്ക് ആസയുടെ ചരിത്രം നമുക്ക് കാണാൻ 2 Niർത്താന്തം 14:11 എന്ന് വായിക്കാമോ? ആസ തന്റെ ദൈവമായ യഹോവയെ വിളിച്ചപേക്ഷിച്ചു. യഹോവേ, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീ അല്ലാതെ മറ്റാരുമില്ല. ഞങ്ങളുടെ ദൈവമായ യഹോവേ, ഞങ്ങളെ സഹായിക്കണമേ. നിന്നിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. നിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ പുരുഷാരത്തിന് നേരെ പുറപ്പെട്ടു വന്നിരിക്കുന്നു. യഹോവേ, നീ ഞങ്ങളുടെ ദൈവം, മർത്യൻ നിന്റെ നേരെ പ്രബലനാകരുത് എന്ന് പറഞ്ഞു. അവിടെ നമുക്ക് ആസ ദൈവത്തിൽ ബലപ്പെടുകയാണ്. ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീ അല്ലാതെ മറ്റാരുമില്ല. ഈ ദിവസങ്ങളിൽ കർത്താവ് നമുക്ക് ബലമുള്ള ശത്രു നമുക്കെതിരെ പോരാടുമ്പോൾ അവനെ ജയിപ്പാനുള്ള ദൈവകൃപയ്ക്ക് വേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ആ ദൈവസാന്നിധ്യം നമ്മുടെ പ്രതിസന്ധികൾ ഓരോ ഘട്ടങ്ങളിലും ദൈവസാന്നിധ്യം വെളിപ്പെടുവാനിടയായി തീരട്ടെ. ഞാൻ വീണ്ടും പറയും, ദൈവത്തിന്റെ ആവനാഴിയിൽ അനേകം ആയുധങ്ങളുണ്ട്. നമ്മൾ നിർദ്ദേശിക്കുന്നതിന് പകരം അങ്ങ് പറയുന്നതനുസരിക്കുവാൻ നമ്മൾ സന്നദ്ധരായാൽ നമുക്ക് വിജയം പ്രാപിക്കാൻ കഴിയും. പ്രതിസന്ധിയിൽ ജയിക്കുവാൻ പിശാചിനോട് പോരാടുക, മുൻകരുതൽ മുമ്പേ എടുക്കുക. നമുക്ക് കാണുവാൻ കഴിയുന്നു ഈ യഹോശാഫാത്ത് തന്റെ ശത്രു അവിടുന്ന് പോരാട്ടം ആരംഭിക്കുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ ഇവിടെ ഉപവാസം പ്രസിദ്ധീകരിക്കുവാനിടയായി തീർന്നു. ഈ ദിവസങ്ങളിൽ ശത്രു പിശാച് നമുക്കെതിരെ വരുമെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ ശക്തി, നമ്മുടെ പ്രാർത്ഥന നമുക്ക് ശക്തിപ്പെടുത്താം. അതിനായി ദൈവം നമ്മളെ ഒരുക്കട്ടെ. മുൻകരുതൽ നമുക്ക് മുമ്പേ എടുക്കാം. ഗിദെയോനെ പോലെ അനുസരിക്കുവാൻ നമുക്ക് തയ്യാറാകാം. അതുപോലെ തന്നെ ഈ പ്രതിസന്ധി വരുമ്പോൾ തളരരുത്, ഭയപ്പെടരുത്. അതിനെ ദൈവസന്നിധിയിൽ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് ഐക്യതയോടെ, അത് സ്നേഹത്തോടും ഐക്യതയോടും കൂടെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ വലിയ കാര്യം നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് കാണുവാൻ കഴിയുന്നു. അങ്ങനെ പ്രതിസന്ധിയിൽ ദൈവ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും. നമ്മുടെ ഓരോ ഈ വാക്കുകൾ കൊണ്ട് ഞാൻ വാക്കുകളെ നിർത്തുകയാണ്. ഈ ദിവസങ്ങളിൽ നമുക്കൊന്ന് മനസ്സിലാക്കാം, നമുക്കൊന്ന് സ്വയശോധന ചെയ്യാം. കർത്താവ് എത്രമാത്രം എനിക്ക് ദൈവത്തിൽ ആശ്രയിക്കുവാൻ കഴിയുന്നുണ്ട്. ഈ പ്രതിസന്ധി കടന്നു വരുമ്പോൾ, ഭാരങ്ങൾ കടന്നു വരുമ്പോൾ, എനിക്ക് സഹിക്കുവാൻ കഴിയാത്ത കാർമേഘങ്ങൾ എന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതിനെ അതിജീവിക്കുവാനുള്ള ദൈവകൃപ എന്റെ മേൽ പകരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി ഓരോരുത്തരെ സഹായിക്കട്ടെ. ഈ അവസരം ഒരുക്കി തന്ന കർത്താവിന്റെ ദാസന്മാർക്കും ഈ UAE ചാപ്റ്ററിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എത്രത്തോളം ശ്രമിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളിൽ നിന്ന് ഇരുന്നു കൊള്ളുന്നു. ദൈവത്തിന്റെ സ്തോത്രം. യുദ്ധക്കളത്തിലെ ദൈവത്തിന്റെ കരുതൽ, പ്രതിസന്ധികളിലെ ദൈവത്തിന്റെ സൂക്ഷിപ്പ് എന്നെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്ത സ്റ്റേറ്റ്മെന്റ്. ദൈവത്തിന്റെ വഴികൾ നമുക്ക് വിരോധാഭാസമായി തോന്നാം, എങ്കിലും അതിലും ഒരു ദൈവിക വിടുതലുണ്ട്. അത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കർത്താവിന്റെ ദാസനെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പലപ്പോഴും നമുക്ക് നമ്മുടെ യുക്തിക്കും ബുദ്ധിക്കും നിരക്കാത്ത രീതിയിലായിരിക്കും മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മോട് കൽപ്പിക്കുന്നതും നമ്മോട് ഇടപെടുന്നതും.
അതിന്റെ വിവിധ തലങ്ങളെക്കുറിച്ച് ദൈവവചനത്തിലൂടെ ശുശ്രൂഷിപ്പാൻ കർത്താവിന്റെ ദാസനെ ബലപ്പെടുത്തിയല്ലോ. കർത്താവ് വീണ്ടും ആശീർവദിക്കട്ടെ എന്ന് ഹൃദയംഗമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഇന്നത്തെ മീറ്റിംഗിന്റെ ഓൾമോസ്റ്റ് സമാപനത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. തുടർന്ന് വോട്ട് ഓഫ് താങ്ക്സ് പറയാൻ വേണ്ടി നമ്മുടെ പ്രിയ സഹോദരൻ ബ്രദർ അലക്സ് അജന്തകുമാറിനെ ഞാൻ ക്ഷണിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മാസത്തെ UAE ചാപ്റ്ററിന്റെ പ്രാർത്ഥനാ സംഘവുമായിട്ട് നമുക്ക് പ്ലാറ്റ്ഫോമിൽ കൂടി വരുവാൻ ദൈവം അവസരമൊരുക്കി. ഈ അവസാന നിമിഷങ്ങൾ വരെയും ദൈവത്തിന്റെ വലിയ ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാനും സർവശക്തനായ ദൈവം അവസരമൊരുക്കിയതിനോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം ഔട്ട് ഓഫ് താങ്ക്സ് ആണ്. ഈ അവസര നിമിഷത്തിൽ നാം ഓർക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ മീറ്റിംഗിന്റെ പ്രാർത്ഥിച്ച് ആരംഭിച്ച ആ നിമിഷം മുതൽ ഈ നിമിഷം വരെയും അനുഗ്രഹമായ ഗാനങ്ങളൊക്കെ കേൾക്കുവാനും വചന സന്ദേശം കേൾക്കുവാനും വിഷയങ്ങൾക്കിടയിൽ നിന്ന് പ്രാർത്ഥിക്കുവാനും ഒക്കെ സർവശക്തനായ ദൈവം അവസരമൊരുക്കി. ഇത്രയും അനുഗ്രഹമായിട്ട് ഈ മീറ്റിംഗ് ഇതുവരെ നടത്തുവാൻ സഹായിച്ച സർവ്വവല്ലഭനായ കർത്താവിന് പ്രാരംഭത്തിൽ തന്നെ സർവ്വമഹത്വം അർപ്പിച്ചുകൊള്ളുന്നു. അതുപോലെ ഇന്നത്തെ മീറ്റിംഗിന്റെ അധ്യക്ഷനായിരിക്കുന്നത് പാസ്റ്റർ സണ്ണി പി സാമുവൽ അവർകളാണ്. പ്രിയ കർത്തൃദാസൻ റാസൽ ഖൈമയിൽ ഒരു സഭാ ശുശ്രൂഷകനായിരിക്കുന്നതോടൊപ്പം തന്നെ ഒരു വേദാധ്യാപകൻ കൂടെയാണ്. വളരെ തിരക്ക് പിടിച്ച ജീവിതത്തിന് തിരക്കുകളിലും നാം ഇങ്ങനെ ഒരു കാര്യം ദേവദാസനോട് പറഞ്ഞപ്പോൾ പൂർണ്ണ സമ്മതത്തോടുകൂടെ തന്നെ ആ ഒരു അധ്യക്ഷത വഹിക്കാമെന്ന് ദേവദാസൻ പറയുവാനിടയായി തീർന്നു. ഇത്രയും അനുഗ്രഹമായി ദൈവകൃപയിൽ നിന്നുകൊണ്ട് ആ കാര്യങ്ങൾ ഏറ്റവും വിനയത്തോടെ ചെയ്ത പ്രിയ കർത്തദാസനോടുള്ള നന്ദി ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. രണ്ടാമതായിട്ട് നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ആലപിച്ചത് ദേവദാസൻ പാസ്റ്റർ ജമൽസൻ അവർകളാണ്. തന്നോടൊപ്പം നമ്മുടെ UAE ചാപ്റ്ററിന്റെ സഹപ്രവർത്തകനായ ബ്രദർ തേജസ് കൂടെ ഉണ്ടായിരുന്നു. ഇരുവരും ചേർന്ന് ഏറ്റവും മനോഹരമായ രീതിയിൽ ദൈവത്തെ പാടി സ്തുതിക്കുവാൻ, നമുക്ക് ഇൻപമുള്ള ഗാനങ്ങളെ കേൾപ്പിക്കുവാൻ ദൈവം സഹായിച്ചു. നാട്ടിൽ വളരെയധികം തിരക്ക് പിടിച്ചൊരു ശുശ്രൂഷകനാണ് സുവിശേഷകൻ ജമൽസൻ അവർകൾ. ഈ സമയം നമുക്കിവിടെ തന്നെ ലഭിച്ചത് വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് പ്രിയ കർത്തദാസൻ നമ്മോടൊപ്പം വന്ന് സഹകരിച്ചതിൽ പ്രിയ ദേവദാസനോടും ബ്രദർ തേജസിനോടുള്ള നന്ദി ഞാൻ ഈ ധരണത്തിൽ അറിയിക്കുന്നു. അതോടൊപ്പം നമ്മുടെ ശുശ്രൂഷയുടെ ഏതൊരു ആത്മീയ ശുശ്രൂഷയുടെയും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് വചന ശുശ്രൂഷ എന്നുള്ളത്. ഇന്നിവിടെ തിരുവചനം നമുക്ക് വേണ്ടി സംസാരിച്ചത് ബ്രദർ ഫിന്നി പി ജോൺ ആണല്ലോ. പ്രിയ കർത്തൃദാസൻ വളരെ അനുഗ്രഹമായ രീതിയിൽ ഒരു പ്രതിസന്ധികൾ എങ്ങനെ അതിലുള്ള ദൈവസ്ഥാനത്ത് നമുക്ക് മനസ്സിലാക്കാമെന്നതിനെ പറ്റി നമ്മോട് സംസാരിച്ചു. പ്രിയ ദൈവദാസനോടുള്ള നന്ദിയും ഇതിനിടത്തിൽ ഞാൻ അറിയിക്കുന്നു. അതോടൊപ്പം നമ്മുടെ പ്രാർത്ഥനാ ഇന്റർനാഷണൽ ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബെൻസൺ ഡാനിയൽ അവർകൾ ഗുജറാത്തിൽ നിന്നാണ് പ്രിയ ദേവദാസൻ ജോയിൻ ചെയ്തിട്ടുള്ളത്. നമ്മുടെ എല്ലാ ചാപ്റ്ററിന്റെയും എല്ലാ പ്രവർത്തനങ്ങൾക്കും താൻ വളരെയധികം സപ്പോർട്ടാണ്. ഏതൊരു ചെറിയ മീറ്റിംഗ് ആയിക്കോട്ടെ വലിയ മീറ്റിംഗ് ആയിക്കോട്ടെ അതിലൊക്കെയും തന്റെ സാന്നിധ്യം പരമാവധി ഉൾപ്പെടുത്തുവാനായിട്ട് താൻ ശ്രമിക്കാറുണ്ട്. പ്രിയ ദേവദാസന്റെ സാന്നിധ്യവും ഞങ്ങൾക്ക് വളരെ അനുഗ്രഹമായി കരുതുന്നു. പ്രിയ ദേവദാസനോടുള്ള നന്ദിയും ഇതിനിടത്തിൽ അറിയിക്കുന്നു. അതോടൊപ്പം നമ്മുടെ UAE ചാപ്റ്ററിന്റെ ചെയർമാൻ പാസ്റ്റർ വർഗീസ് തോമസ് അവർകൾ. പ്രിയ ദേവദാസനെ പലപ്പോഴും നമുക്ക് നമ്മുടെ മീറ്റിംഗിൽ തന്റെ ജോലിയുടെ സാഹചര്യം കൊണ്ട് വീഡിയോയിൽ ലഭിക്കാറില്ല. എന്നാൽ ഇന്ന് അതും ഒരു ദൈവകൃപയായി കരുതുന്നു. പ്രിയ ദേവദാസന് നമ്മോടൊപ്പം വീഡിയോയിൽ തന്നെ ഇന്ന് കൂടുവാൻ ദൈവം സഹായിച്ചു. പ്രിയ ദേവദാസന്റെ സാന്നിധ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ദേവദാസന്റെ സപ്പോർട്ടും ഗൈഡൻസും ഒക്കെ നമ്മുടെ ചാപ്റ്ററിന്റെ പ്രവർത്തനങ്ങൾക്ക് വളരെ അനുഗ്രഹമായി ദിനം പ്രതി മുന്നോട്ട് പോകുന്നു. പ്രിയ ദേവദാസനോടുള്ള നന്ദി ഇതിനിടത്തിൽ അറിയിക്കുന്നു. അതോടൊപ്പം നമ്മുടെ ചാപ്റ്ററിന്റെ വൈസ് ചെയർമാനായിട്ട് സേവനമനുഷ്ഠിക്കുന്ന ഇവാഞ്ചലിസ്റ്റ് സാജൻ കെ ജോർജ് ചൈൻ അവർകൾ, പ്രത്യേകിച്ച് പ്രിയ ദേവദാസൻ നമ്മുടെ വൈസ് ചെയർമാൻ അപ്പുറമായിട്ട് പ്രാർത്ഥനാധ്വനിയുടെ ജനറൽ കോർഡിനേറ്റർ കൂടെ ആയിട്ട് സേവനമനുഷ്ഠിക്കുന്ന കർത്തദാസനാണ്. പ്രിയ ദേവദാസൻ ഒരു വേദാധ്യാപകൻ കൂടെയാണ്. തന്റെ ഗൈഡൻസും എല്ലാം ഓരോ സമയത്തും നമ്മുടെ ചാപ്റ്ററിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വളരെ അനുഗ്രഹമായിരിക്കുന്നു. പ്രിയ ദേവദാസനുള്ള നന്ദിയെ അറിയിച്ചുകൊള്ളുന്നു. അതോടൊപ്പം നാം ഈ എല്ലാവരെയും ഓൾമോസ്റ്റ് എല്ലാവരും വീഡിയോയിൽ കണ്ടു, എന്നാൽ വീഡിയോയിൽ കാണാത്ത 1-2 പേർ കൂടെയുണ്ട്. നമുക്ക് നമ്മുടെ മീറ്റിങ്ങിന് ടെക്നിക്കൽ സപ്പോർട്ട് തരുന്ന സഹോദരങ്ങളെ ഈ സമയത്തിൽ ഓർക്കുന്നു. പ്രത്യേകിച്ച് മീഡിയ ഹാൻഡിൽ ചെയ്യുന്നത് ബ്രദർ ബ്ലസ്സൻ ജോൺ അവർകളാണ്. നമ്മുടെ ചാപ്റ്ററിന്റെ മീഡിയ കോർഡിനേറ്റർ ആണ് പ്രിയ ബ്ലസ്സൻ ബ്രദർ. അതോടൊപ്പം തന്നെ നമുക്ക് സൗണ്ട് സിസ്റ്റം കൈകാര്യം ചെയ്യുന്നത് പ്രിയ ജോബിൻ ബ്രദർ ആൻഡ് ജിബിൻ ബ്രദർ. അവർ രണ്ടുപേരും വീഡിയോയുടെ മുന്നിൽ വന്നിട്ടില്ല. എന്നാൽ പ്രിയ ജോബിൻ ബ്രദറിന്റെ വീട്ടിൽ നിന്നാണ് നാം ഇന്ന് ലൈവ് കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നത്. പ്രിയ ദേവദാസൻ ആ ഭവനം അതിനുവേണ്ടി തുറന്നു തന്നു. പ്രത്യേകിച്ചുള്ള നന്ദി അതിനറിയിക്കുന്നു. പ്രിയ ജിബിൻ ബ്രദറോടുമുള്ള നന്ദി ഇതിനിടത്തിൽ അറിയിക്കുന്നു.
അതോടൊപ്പം നമ്മുടെ മീറ്റിംഗിൽ ഇന്ന് കടന്നു വന്ന് സംഘടിച്ച നമ്മുടെ ചാപ്റ്ററിലെ കോർഡിനേറ്റേഴ്സ്, മറ്റ് എക്സിക്യൂട്ടീവ്സ്, നമ്മുടെ UA ചാപ്റ്റർ ഗ്രൂപ്പ് മെമ്പേഴ്സ്, UAയിൽ നിന്ന് പുറത്തുള്ളവർ, മറ്റനേക രാജ്യങ്ങളിൽ, കേരളത്തിൽ നിന്നും, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും, മറ്റ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ കൂട്ടായ്മയിൽ കടന്നു വന്ന് ഇതുവരെയും സംബന്ധിച്ച് സഹകരിച്ച എല്ലാവരോടുമുള്ള നന്ദി ദിനത്തിൽ അറിയിച്ചുകൊള്ളുന്നു. ആരെയെങ്കിലും പറയുവാനായിട്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരോടുള്ള നന്ദി ദിനത്തിൽ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ ഇവരെയും ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവിന്റെ ദാസൻ അലക്സ് ബ്രദറിനോടുള്ള പ്രത്യേക നന്ദി തിരുനതിൽ അറിയിക്കുകയാണ്. കാരണം ഓരോ മീറ്റിങ്ങിനും അദ്ദേഹം എടുക്കുന്ന ഉത്സാഹം വളരെ അപ്രീഷ്യബിൾ ആണ്. പ്രോഗ്രാം ഷീറ്റ് തയ്യാറാക്കുന്നതിലും എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം കാണിക്കുന്ന ആ ഉത്സാഹം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും ഇന്നത്തെ മീറ്റിംഗ് കൺക്ലൂഡ് ചെയ്യുകയാണ് നമ്മൾ. കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ, നമ്മുടെ ഇന്റർനാഷണൽ ഡയറക്ടർ ആയിരിക്കുന്ന ബെൻസൺ പാസ്റ്റർ തുടർന്ന് അല്പസമയം ഇത് ഒന്ന് കൺക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ഈ മീറ്റിംഗ് ആദ്യം മുതലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് ദൈവവചന ധ്യാനം എല്ലാം ഒന്ന് കൺക്ലൂഡ് ചെയ്യുവാനായിട്ട് കർത്താവിന്റെ വിലപ്പെട്ട ദാസനെ ഞാൻ ക്ഷണിക്കുന്നു. അതിനുശേഷം നമുക്ക് പ്രാർത്ഥിച്ച് ആശീർവാദം പറയാം. ബെൻസൺ പാസ്റ്റർ. അനുഗ്രഹിക്കപ്പെട്ടതായിരുന്ന ഈ നല്ല നിമിഷത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്ന, കർത്താവിനെ വാഴ്ത്തുന്നു. ഈ നല്ല പ്രാർത്ഥനാ മീറ്റിംഗിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ കർത്താവ് ഒരുക്കിയ നല്ല നിമിഷത്തിനായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുവാൻ കർത്താവിന്റെ ദാസൻ പ്രിയ സണ്ണി പി ഷമേൽ സാറിനെ കർത്താവ് ഉപയോഗിച്ചത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ചെയർമാൻ പ്രിയ വർഗീസ് പാസ്റ്ററെയും നമുക്ക് ഒരുമിച്ച് കണ്ട് സന്തോഷിപ്പാൻ ദൈവം തന്ന സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ജനറൽ കോർഡിനേറ്റർ സാജനോട്, പ്രിയ അലക്സ് ബ്രദർ ഒക്കെ ഈ മീറ്റിംഗ് നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യുവാൻ ദൈവം ഒരുക്കിയ നല്ല നിമിഷത്തിനായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ആത്മാവിൽ പാടി ആരാധിപ്പാൻ ഇവിടെ ആയിരിക്കുമ്പോൾ തന്നെ, സൂമിലായിരിക്കുമ്പോൾ തന്നെ ഈ ഗാനങ്ങൾ കേട്ടപ്പോൾ നമ്മൾ ഒന്നിച്ചൊരു സ്ഥലത്തിരുന്ന് ആരാധിക്കുന്ന ഒരു അനുഭവമായിരുന്നു. സ്തോത്രം. പ്രിയ ദേവദാസന്മാരെ കർത്താവ് ശക്തമായി ഉപയോഗിക്കട്ടെ. അനേക രാജ്യങ്ങളിൽ കർത്താവിന്റെ കരങ്ങളിലെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന നിലയിൽ ദൈവം വീണ്ടും ഉപയോഗിക്കട്ടെ. അനേകർക്ക് താങ്ങും തണലും ആശ്വാസമാക്കി കർത്താവ് ടീമായിട്ട് പ്രിയ ദേവദാസിനെ ദൈവം മാനിക്കട്ടെ എന്ന് ദൈവത്തിന്റെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട വചനം പ്രിയ ഫിന്നി ബദറി കൂടി അനുഗ്രഹിക്കപ്പെട്ട വചനം കേൾക്കുവാൻ ദൈവം കൃപ തന്നല്ലോ. ഞാൻ ഈ കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങളുടെ സഭയെ പ്രസംഗിച്ചുകൊണ്ടിരുന്നതായ ഒരു വിഷയമായിരുന്നു. അല്പം കൂടി ചില കാര്യങ്ങൾ എനിക്ക് ഒന്ന് പഠിക്കുവാനിടയായി, അറിയുവാനിടയായി. പ്രതിസന്ധികളിൽ പ്രതികൂലത്തിന്റെ മധ്യത്തിൽ ഇറങ്ങി വരുന്ന കർത്താവിന്റെ ആ വലിയ സാന്നിധ്യത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. യഹോശാഫാത്ത് പ്രാർത്ഥിപ്പടെ, ദൈവമേ ഞങ്ങൾ ശക്തിയില്ല, എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയുന്ന പോലും ഇല്ല. സ്തോത്രം. അവിടെയും ഇറങ്ങി വന്ന കർത്താവിന്റെ കൃപ. മാനുഷ്യമായി നമ്മളും ചിന്തിക്കുക, കർത്താവെ പ്രതികൂലത്തിന്റെ മധ്യത്തിൽ ഞങ്ങൾ എന്ത് ചെയ്യണം, എന്തായിത്തീരും, എങ്ങനെയായിത്തീരും എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത് യഹോവയാ സംഭവിച്ചു, മനുഷ്യരുടെ ദൃഷ്ടിയിൽ ആശ്ചര്യം എന്ന് പറയുന്ന നിലയിൽ കഴിഞ്ഞ നാളിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ദൈവപ്രവൃത്തികൾക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥന പ്രവർത്തനങ്ങളൊക്കെ എത്രത്തോളം ദൈവം സഹായിച്ചു. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യ സമയം 6 മണിക്ക് പ്രഭാത പ്രാർത്ഥന നടക്കുന്നുണ്ട്. എല്ലാ ദിവസവും വൈകിട്ട് 4 മണിക്ക് സഹോദരിമാരുടെ പ്രാർത്ഥന നടക്കുന്നുണ്ട്. എല്ലാ രാജ്യങ്ങളുടെയും പല മീറ്റിങ്ങുകളിൽ പ്രാർത്ഥനകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ പ്രാർത്ഥന 26ാമത്തെ വർഷത്തേക്ക് പ്രവേശിക്കുന്നു. ദൈവഹിതമെങ്കിൽ ഒക്ടോബർ മാസം 27, 28, 29 തീയതികളിൽ നമ്മുടെ പ്രാർത്ഥന ഇന്റർനാഷണൽ വെർച്വൽ കൺവെൻഷൻ നടക്കുകയാണ്. അനുഗ്രഹത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നമുക്ക് ഒരുമിച്ച് കണ്ട് സംബന്ധിപ്പാൻ, ദൈവത്തെ സ്തുതിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. എല്ലാവിധമായ ആശംസകളും പ്രാർത്ഥനത്തിന് UA കൗൺസിലിന് നേരുകയാണ്. ദൈവം നമ്മുടെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് നമ്മെ എല്ലാവരെയും വീണ്ടും മാനിക്കുമാറാകട്ടെ. പ്രൈസ് ഗോഡ്. താങ്ക് യു. ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല വാക്കുകൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വരുവാൻ ഇരിക്കുന്ന കൺവെൻഷനെ ഓർത്ത് നമുക്ക് തുടർന്നും പ്രാർത്ഥിക്കാം. നമുക്ക് ഇപ്പോഴേ അതിനുവേണ്ടി പ്രാർത്ഥിക്കാനുള്ള അവസരമുണ്ട്. നമുക്ക് അതിനുള്ള അവസരങ്ങളെ കർത്താവ് നൽകി തരട്ടെ എന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നമ്മൾ പ്രാർത്ഥിച്ച് ആശീർവാദം പറയുകയാണ്. എന്നാൽ അതിനു മുൻപായിട്ട് ഞാൻ ഓർപ്പിച്ചല്ലോ, ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥന ലീഡ് ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട സ്റ്റാരി ബ്രദർ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. കർത്താവിന്റെ ദാസനും പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു. പ്രാർത്ഥന ലീഡ് ചെയ്യുവാൻ കർത്താവ് സഹായിച്ചല്ലോ. ശാരീരികമായി പല അസ്വസ്ഥതകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഉത്സാഹത്തോടെ നമ്മോട് കൂടെ ജോയിൻ ചെയ്യുവാൻ കർത്താവ് ഇടയാക്കിയതിൽ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കർത്താവ് സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് വറീസ് പാസ്റ്റർ പ്രാർത്ഥിച്ച്
ആശീർവാദം പറയുന്നതായിരിക്കും. കർത്താവേ, നന്ദിയോടെ സ്തോത്രം. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, വാഴ്ത്തപ്പെട്ട കർത്താവേ, നന്ദിയോട് ഞങ്ങൾ അങ്ങേ വീണ്ടും വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, ഇന്ന് രാത്രികാല പ്രാർത്ഥനാധ്വനി UA ചാപ്റ്ററിന്റെ ഈ മീറ്റിംഗിന്റെ ആരംഭം മുതൽ ഈ അവസാന നിമിഷം വരെയും ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഇരുന്നതിനാൽ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, കർത്താവെ സ്തുതിക്കുന്നു. അനുഗ്രഹീതമായ പാട്ടുകൾ പാടി ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായി സ്തോത്രം. കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടുവാൻ തക്കോണം തന്റെ സഹോദരങ്ങളെ ദൈവം അവിടുന്ന് ബലപ്പെടുത്തിയല്ലോ, ദിവാസന്മാരെ ബലപ്പെടുത്തിയല്ലോ. അവിടുത്തെ കൃപകൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. തുടർന്നും കർത്താവിന് വേണ്ടി അധികമായി പ്രയോജനപ്പെടുവാൻ പ്രിയപ്പെട്ടവരെ ദൈവം അവിടുന്ന് ബലപ്പെടുത്തുവാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ മീറ്റിംഗ് ആദ്യോടന്തം ലീഡ് ചെയ്യുവാൻ തക്കോണം അങ്ങയുടെ വൃത്യനെ പ്രിയ സണ്ണിപ്പാസ്റ്റർ അവരുകളെ ദൈവം അവിടുന്ന് ബലപ്പെടുത്തിയതിനാൽ സ്തോത്രം. കർത്താവ് അവിടുന്ന് സഹായിക്കുവാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നും കർത്താവിന് വേണ്ടി അധികമായി അധ്വാനിപ്പാൻ അനേകർക്ക് ദൈവവചനം തിരുവചനം അറിയിപ്പാൻ തിരുവചനം പകർന്നു കൊടുക്കുവാൻ തക്കോണം അങ്ങയുടെ ദാസനെ വൃത്യനെ അവിടുന്ന് ബലപ്പെടുത്തുവാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം ഇന്ന് രാത്രികാലം കേൾക്കുവാൻ തക്കോണം ഞങ്ങൾ ഇടയാകിയല്ലോ. കർത്താവെ, പ്രതിസന്ധിയിൽ താങ്ങുന്ന അമ്മ കൂടെ ഇരിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം, പ്രതിസന്ധി മേൽ ദൈവത്തിന്റെ കരം അവിടുന്ന് കൂടെ ഇരുന്ന് ഞങ്ങളെ ഓരോ ദിനവും നടത്തുന്ന ദൈവത്തിന്റെ സ്നേഹത്തിനായി അവിടുത്തെ കൃപകൾക്കായി ഞങ്ങൾ അങ്ങ് വാഴ്ത്തുന്ന ദൈവമേ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾ പ്രതിസന്ധി വരുമ്പോൾ ഞങ്ങളുടെ യഹോവയുടെ മുഖത്തേക്ക് നോക്കുവാൻ, അതെ ഞങ്ങളുടെ പ്രശ്നങ്ങളുടെ മുഖത്ത് യഹോവയിലേക്ക് ഞങ്ങളുടെ കണ്ണുകളെ ഉയർത്തുവാൻ ആമേൻ അങ്ങയോട് യാചിപ്പാൻ തക്കവണ്ണം നിന്റെ പ്രിയപ്പെട്ടവരെ അവിടുന്ന് ബലപ്പെടുത്തുവാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, അങ്ങയുടെ വൃത്യനെ തിരുവചനം കൂടി സംസാരിപ്പാൻ അവിടുത്തെ കൊടുത്ത കൃപകൾക്കായി സ്തോത്രം. ശക്തമായി ദൈവവചനം ഘോഷിപ്പാൻ തക്കവണ്ണം അവിടുന്ന് ബലപ്പെടുത്തിയല്ലോ. അങ്ങയുടെ ദയക്കായി സ്തോത്രം. കർത്താവേ, ഇന്ന് രാത്രികാല ഈ മീറ്റിംഗിൽ പങ്കെടുത്ത ആമേൻ എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി ആമേൻ വ്യക്തികളായി ഇന്ന് രാത്രികാലം ദൈവവരങ്ങളെ തരികയാണ്. ദേശത്തിന്റെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ആമേൻ ഈ ആ മീറ്റിംഗിൽ പങ്കെടുത്ത ദൈവവചനം ശ്രമിച്ച ഏവരെയും കർത്താവേ അങ്ങയുടെ കരങ്ങളെ തരുന്നു. ദൈവത്തിന്റെ കരം കൂടി എനിക്ക് വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് പ്രതികൂലങ്ങളെ, പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ ദൈവസഭയ്ക്ക് ദൈവമക്കൾക്കെതിരായി നാളിൽ കടന്നു വരുമ്പോൾ കർത്താവിന്റെ കരം ഇവിടുന്ന് കൂടെ ഇരുന്ന് ദൈവത്തിന്റെ കൃപ കൂടെ ഇരുന്ന് കർത്താവെ അതിനെയൊക്കെ എല്ലാ പ്രതികൂലങ്ങളെയും മാറ്റി ആമേൻ വിശ്വസ്തയോട് പ്രത്യാശയോട് അങ്ങനെ സന്നാഹത്തിൽ നിലനിൽക്കുവാൻ തക്കോണം നിന്റെ കുഞ്ഞുങ്ങളെ ഓരോരുത്തരും ഇവിടുന്ന് ബലപ്പെടുത്തു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഇന്ന് രാത്രികാലം പ്രാർത്ഥനയ്ക്കായിട്ട് അർപ്പിച്ചായ എല്ലാ വിഷയത്തിന്മേലും ദൈവത്തിന്റെ അമ്മ കരം ഇവിടുന്ന് കൂടെ ഇരിക്കണമേ. കർത്താവെ, വരുന്ന മാസങ്ങളിൽ നടക്കുന്ന കൂട്ടായ്മ, അതുപോലെ ഇന്റർനാഷണൽ കൺവെൻഷൻ നടക്കുന്നല്ലോ, അതൊക്കെ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ കർത്താവെ അവിടുന്ന് കണ്ണ ചെയ്യണമേ. എല്ലാ പ്രതിസന്ധികളും മാറ്റി അതേ ഹല്ലേലൂയ നന്നായി നമ്മെ നടത്തുവാൻ തക്കോണം കൃത്യന്മാരെ ദൈവദാസന്മാരെ അവിടുന്ന് ബലപ്പെടുത്തി പറയണമേ. തിരുകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇന്ന് രാത്രികാലം അവൻ ഒരു പ്രാവശ്യം കൂടി കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് തരികയാണ്. രോഗികളായിരിക്കുന്നവരെ സമർപ്പിക്കുന്നു. ശാരീരികമായി ബലഹീന അനുഭവിക്കുന്നവരെ സമർപ്പിക്കുന്നു. അവർക്ക് വേണ്ടുന്ന അവിടുത്തെ സൗഖ്യവും ദൈവം അവിടുത്തെ തക്ക സമയത്ത് നൽകുവാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന ഇന്ന് രാത്രിക്കാലം ഞങ്ങൾ പിരിഞ്ഞു പോകട്ടെ. പിരിയാത്തവനായ ദൈവത്തിന്റെ സ്നേഹം വീണ്ടും ഞങ്ങൾ ഒന്നിച്ചു കാണുവോളം അവിടുന്ന് കൂടെ ഇരിക്കുവാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപ കൂടി ഇരുന്നാട്ട് പ്രാർത്ഥന യാചന കരുതയ്ക്കായി സ്തോത്ര. യേശുക്രിസ്തുവിനുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സഹവാസം മുതലെപ്പോഴും നമ്മളെ ഓർത്ത് പ്രാർത്ഥിക്കാൻ കടപ്പെട്ട ലോകത്തിലുള്ള എല്ലാ വിശുദ്ധന്മാരുടെ മേലും കർത്താവിന്റെ സ്നേഹവും സമാധാനവും ഇന്ന് മുതലെപ്പോഴും കർത്താവിന്റെ വരവോളം ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. അർഹപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ യേശുവേ വേഗം വരണമേ. കർത്താവേ നല്ലമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ.